ഹായ് മക്കളെ, എന്തുണ്ട്? സുഖമല്ലായിരിക്കും. അപ്പം നമ്മൾ CMA USA പാത്വേ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാത്വേ സീരീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സൈലം എല്ലാ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സീരീസാണിത്, ഈ പാത്വേ സീരീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ CMA USA എന്നൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു CMA USA പാത്വേ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു 4-5 ദിവസത്തേക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരും. ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർലി നമ്മൾ ഈ ഒരു സീരീസിലൂടെ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ ഒരു സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് CMA USA കോഴ്സ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഏതിലേക്ക് കിടക്കാം, സീരീസിലേക്ക് കിടക്കാം. അപ്പോൾ CMA USA ഇന്ന് മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു കോഴ്സാണ് CMA USA എന്നുള്ളത് അല്ലേ. നമ്മൾ പലരും ഇന്ന് എവിടെ ചെന്നാലും നമുക്കറിയാം, മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു കോഴ്സാണ് CMA USA. ഇന്നൊരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റും അതോടൊപ്പം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരും വർക്കിംഗ് പ്രൊഫഷണൽസും എല്ലാവരും ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്രപാട് പേരെടുക്കുന്ന ഒരു കോഴ്സാണ് ഇന്ന് CMA USA എന്നുള്ളത്. അപ്പോൾ എന്താണ് CMA USA ഒരു കോഴ്സ് സ്ട്രക്ചറിലെ കാര്യം നോക്കാം. CMA USA എന്ന് പറയുന്നത് അതൊരു സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് ഇത് CMA എന്നുള്ളത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അമേരിക്കയിലുള്ള IMA അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നൊരു ബോഡി. ഇതൊരു 100 വർഷങ്ങൾക്ക് മുമ്പേ ഫോം ചെയ്തിട്ടുള്ളൊരു ബോഡിയാണ്. ആ ബോഡിയുടെ കീഴിലാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ ഒരു ബോഡിയുടെ കീഴിൽ വരുന്ന സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ് CMA USA എന്നുള്ളത്. അപ്പോൾ ഈ സാധനം പാസ്സാവലോടുകൂടി നിങ്ങൾക്ക് ഗ്ലോബലി ഒരുപാട് രാജ്യങ്ങളിൽ ചെന്ന് വർക്ക് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താവും, ലഭിക്കുന്നതായിരിക്കും. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് CMA USA എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ CMA USA ട്രെൻഡിങ് ആയിട്ട് വരാനുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവല്ലോ. ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഇന്ന് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സായി CMA USA മാറണമെങ്കിൽ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ സിലബസാണ്. ഇത് വെറും ഒരു 2 പാർട്ട് എക്സാമാണ്. അതായത് 2 പാർട്ട് എക്സാം എഴുതലോട് കൂടി അത് പാസ്സാവലോട് കൂടി നിങ്ങൾ CMA USA എന്തായി, ക്വാളിഫൈ ആയിട്ടുണ്ട്. ഒരുപാട് പേപ്പേഴ്സ് എക്സാമൊന്നും എഴുതാനില്ല. വെറും 2 പേപ്പേഴ്സ്, പാർട്ട് 1 പാർട്ട് 2 എന്ന 2 പേപ്പേഴ്സ് എഴുതലോട് കൂടി അത് പാസ്സാവലോട് കൂടി നിങ്ങൾ CMA USA എന്താവും, ക്വാളിഫൈ ആവും. അപ്പോൾ 2 പാർട്ട് മാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രൊഫഷണലായി മാറാൻ നിങ്ങൾക്ക് വേണ്ടത് വെറും 1 വർഷം മാത്രം മതി. 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രൊഫഷണലായിട്ട് മാറാൻ എന്താവും, സഹായിക്കുന്ന ഒരു കോഴ്സാണ് CMA USA എന്നത്. കാരണം 2 പാർട്ട് എക്സാമാണ്, കുറേ കാലമൊന്നുമില്ല. 1 വർഷം കൊണ്ട് തന്നെ ഈ 2 പാർട്ടും പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഫഷണലായി മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 2 പാർട്ട് എക്സാം എന്ന് പറയുന്ന സമയത്ത് ഒരു പാർട്ടിൻ്റെ എക്സാം ഇവർ കണ്ടക്ട് ചെയ്യൽ 500 മാർക്സിനാണ്. 500 മാർക്കിനാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. അതേപോലെ പാർട്ട് 1ഉം 500 മാർക്കിന്, പാർട്ട് 2ഉം 500 മാർക്സിനായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അതിൽ വീണ്ടും ഒരു അഡ്വാൻറ്റേജ് പറയുന്ന സാധനം, ഈ 500 മാർക്സിൽ 75% MCQ ആയിരിക്കും. MCQ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ, ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുത്തി കൊടുത്താൽ മതി. റെഡി അല്ലേ? ആ ഒരു ടിക്കട എന്നൊരു സംഗതി മാത്രമേ നിങ്ങൾ മുന്നിലുള്ളേ. അപ്പോൾ ഈ 500 മാർക്സിൽ 75% വരുന്നത് MCQസാണ്. അപ്പോൾ നിങ്ങളേക്കും ബാക്കി 25% ആണ്.
അവിടെയാണ് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. 500 മാർക്സിൽ 25% മാത്രമേ ഏത് വരുന്നുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിനെ നമ്മളതിനെ എസ്സേസ് എന്ന് വിളിക്കാറുണ്ട്, അങ്ങനെയാണ് വിളിക്കാറ്. പക്ഷെ അതൊരു എസ്സേസ് അല്ല, അതൊരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ്. ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. കാരണം എസ്സേ എന്ന് പറയുമ്പം നിങ്ങളെ മൈൻഡിൽ ഓടിയെത്തൽ നിങ്ങളെ പ്ലസ് ടുവിലെയും അല്ലെങ്കിൽ ഡിഗ്രിക്കും പഠിച്ച എസ്സേസ് ആയിരിക്കും. ഏത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 3-4 പേജും അടിച്ചെഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, അതല്ല ഇവിടെ ഏത് എസ്സേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എസ്സേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിനാരിയോസ് തരും, ആ സിനാരിയോസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ താഴെ വരും. അപ്പോൾ ആ സിനാരിയോസ് വായിച്ച് ആ ഒരു സിനാരിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർ ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്. അതെങ്ങനെ കൊടുക്കണം? കഥ എഴുതുന്ന പോലെ വാരി വലിച്ച് 1-2 പേജിൽ എഴുതുന്ന സംഗതിയല്ല. ഇത് വളരെ ചുരുക്കി കണ്ടന്റ് മാത്രം പ്രോപ്പർലി കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ 75% MCQയും ബാക്കി 25% ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടിയാണ് എന്ത് ചെയ്യുക വരുമോ. അപ്പോൾ സിനാരിയോ ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാരണം ഒരു കമ്പനിയുടെ സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സിനാരിയോസിനെ കുറിച്ച് പഠിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ്, അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള സംഗതികളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനുള്ള പ്രോപ്പർലി ആൻസർ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്താവും സാധിക്കും. റെഡി അല്ലേ? സോ ഇതാണ് ഈ CMA USA വീണ്ടും അട്രാക്റ്റ് ആവുന്ന രണ്ടാമത്തെ കാര്യം. റെഡി അല്ലേ? ഒന്നാമത്തെ കാര്യം എന്ത് പറഞ്ഞു? 2 എക്സാം, അതും വിത്തിൻ 1 ഇയർ. രണ്ടാമത്തെ എന്താണ്? അതിൻ്റെ 75% എന്താ MCQ. ഒരു 25% മാത്രമേ ഏതുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സാധനം എന്താവും വരുന്നു. അപ്പോൾ അടുത്ത സംശയം, ശരി MCQ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ? യാതൊരു പേടി നിങ്ങൾക്ക് വേണ്ട. തെറ്റിക്കഴിഞ്ഞാൽ അതിന് യാതൊരു നെഗറ്റീവ് മാർക്സോ കാര്യങ്ങളോ ഇതിനില്ല, MCQയിലില്ല കേട്ടോ. തെറ്റിയാൽ തെറ്റിയെന്നല്ലാതെ അതിന് എക്സ്ട്രാ മാർക്ക് എടുത്ത് കളിയുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. MCQയിൽ യാതൊരു നെഗറ്റീവ് മാർക്കിങ്ങും നമ്മൾ ഇതിലില്ല കേട്ടോ. ആൻഡ് അടുത്തൊരു അഡ്വാൻറ്റേജ് ആക്കുന്ന കാര്യം ഇതിൻ്റെ എക്സാംസിൻ്റെ ടൈമിംഗ്. അതായത് ഒരു വർഷത്തിൽ 6 മാസവും എക്സാം എഴുതണം നിങ്ങൾക്ക്. ഒരു വർഷത്തിൽ 6 മാസവും. അത് 6 മാസം എന്ന് പറയുമ്പോൾ ഏതൊക്കെ മാസങ്ങൾ? ജനുവരി, ഫെബ്രുവരി. ഏതൊക്കെ മാസങ്ങൾ? ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. ഈ 6 മാസങ്ങളിൽ ഏത് ദിവസമാണെങ്കിലും നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ കോൺഫിഡൻസ് ആവുന്നത് ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, എക്സാംസ് എഴുതാം. അതും കമ്പ്യൂട്ടറൈസ്ഡ് എക്സാംസാണ്. കുറേ പേപ്പറിൽ എഴുതി കൊടുക്കേണ്ട പരിപാടിയല്ല ഇത്. ഇതെന്താ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാംസ് ആണ്. ഏത് CMA USA എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 6 മാസം, ജനുവരി ടു ഫെബ്രുവരി, ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ, അതിലേത് ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ കോൺഫിഡൻസ് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസ് എഴുതാൻ വേണ്ടി എന്താവും സാധിക്കുന്നുള്ളതാണ്. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാം വിൻഡോസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. അതായത് ഒരു വർഷത്തിൻ്റെ 6 മാസം എക്സാം ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണോ താല്പര്യം ആ സമയത്ത് പോയി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അതാണ് ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ്. നമുക്ക് എക്സാംസിൻ്റെ കാര്യത്തിനും ഫ്ലെക്സിബിൾ ആണ്. നമുക്കിതിൻ്റെ ടൈം ആണെങ്കിൽ വളരെ ഷോർട്ട് പീരീഡ് ആണ്. എക്സാമിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ 75% എന്താ വരുന്നത്, MCQs വരുന്നത്. ആൻഡ് ഇതിൻ്റെ എക്സാമിൻ്റെ ടൈമിങ്ങോ, ഒരു എക്സാം പാർട്ട് 1 ആയിക്കോട്ടെ പാർട്ട് 2 ആയിക്കോട്ടെ, ഒരു എക്സാം എഴുതാൻ നിങ്ങൾക്ക് അവർ അലോട്ട് ചെയ്ത് തന്ന സമയം 4 hours ആണ്. അതായത് 4 മണിക്കൂറാണ് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാൻ സമയം ഉണ്ടാവുക. ഒരു എക്സാം എഴുതാൻ സമയം 4 മണിക്കൂർ എന്ന് പറയുമ്പം അതിൽ 3 മണിക്കൂർ MCQസിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമിൻ്റെ 500 മാർക്സിൽ 75% ആരാ, MCQ ആണല്ലോ. ഈ MCQക്ക് വേണ്ടിയിട്ടാണ് 3 hours എന്തായിട്ടുള്ളത് അവർ അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. 3 hours കഴിഞ്ഞ് ബാക്കി വരുന്ന 1 hours ഉണ്ടല്ലോ, ആ 1 hours ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 25% വെയിറ്റേജ് ഉള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് എന്ത് വരാൻ പോകുന്നത്, 4 hours വരുന്നത്. 3 hours MCQക്കും അതുപോലെ 1 hours ഏതിനും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു
500 മാർക്സിനാണ് ഒരു പാർട്ടിൻ്റെ എന്ത് നടക്കുന്നത്, എക്സാംസ് നടക്കുന്നത് അല്ലേ. അത് നമുക്ക് പാസ്സാവാൻ വേണ്ട മാർക്ക് എന്നുള്ളത് 360 മാർക്സാണ്. അഥവാ 72% വാങ്ങലോടുകൂടി അല്ലെങ്കിൽ 360 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യലോടുകൂടി നിങ്ങൾ ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി എന്താവും സാധിക്കും. ഇതേപോലെ തന്നെയാണ് 2 പാർട്ടിൻ്റെ എക്സാംസ് എന്താവുക നടക്കുക. അത് പാർട്ട് 1 ആയിക്കോട്ടെ പാർട്ട് 2 ആയിക്കോട്ടെ, രണ്ടും നടക്കുന്നത് സെയിം സ്ട്രക്ചറിലാണ്. ആൻഡ് ഇനി നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ചു, 2 സിലബസും പഠിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആദ്യം എക്സാം എഴുതാം. നിങ്ങൾക്ക് പാർട്ട് 1 ആദ്യം എഴുതണോ എഴുതാം, പാർട്ട് 2 ആദ്യം എഴുതണോ എഴുതാം, നോ ഇഷ്യൂ. അവിടെയും നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇന്ന പാർട്ട് തന്നെ ഫസ്റ്റ് എഴുതണം എന്നുള്ളതിന് എന്തില്ല, യാതൊരു നിർബന്ധവും അല്ലെങ്കിൽ നിബന്ധനയും ഇല്ല. നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻസ് തോന്നുന്ന പേപ്പർ, ആ പേപ്പർ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 പാർട്ടും പാസ്സാവലോട് കൂടി നിങ്ങൾ എന്തായി മാറി, CMA US എന്തായിട്ടുണ്ട്, പാസ്സായി ക്വാളിഫൈ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടണം നിങ്ങൾക്ക് അല്ലേ. സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി വീണ്ടും ഒരു 2 ക്രൈറ്റീരിയ കൂടിയുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള 2 ക്രൈറ്റീരിയ ആണ്. അതിൽ ടോട്ടൽ 3 ക്രൈറ്റീരിയ. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു എന്താ, 2 പാർട്ട് എക്സാംസ് എന്താവുക, പാസ്സാവാം. ഇനിയുണ്ട് ഒരു 2 ക്രൈറ്റീരിയ. അതിലൊരു ക്രൈറ്റീരിയ ആണ് ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ. ഡിഗ്രി എങ്ങനെ, ഏതെങ്കിലും ഒരു ഡിസ്റ്റൻറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതോ ഏതായാലും മതി, നോ ഇഷ്യൂ. ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് CMA USAയുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും, ഡിഗ്രി കൊടുക്കും, നോ ഇഷ്യൂ. അവർക്ക് ഡിഗ്രി ആവും. അങ്ങനെ രണ്ടാമത് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് വന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, അവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CMA USA പഠിക്കുന്ന സമയത്ത് ഡിഗ്രീനെ കുറിച്ചിട്ട് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ആയിരിക്കും വേണ്ട, നിങ്ങൾക്ക് വേണ്ട. റെഡിയല്ലേ? ഈ ഡിഗ്രി എത്ര കൊല്ലം കംപ്ലീറ്റ് ആക്കിയാൽ മതി. നിങ്ങൾ CMA USAക്ക് പാസ്സായതിനു ശേഷം 1 കൊല്ലം കൊണ്ട് നിങ്ങൾ ഈ സാധനം തീർത്താൽ മതിയേ. അല്ലാണ്ട് പാസ്സായി CMA USA പാസ്സായി പിറ്റേ ദിവസം നിങ്ങളോട് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാനൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. നിങ്ങൾ 7 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ഇതെന്താക്കിയാൽ മതി, ഈ പറയുന്ന ബാക്കി 2 ക്രൈറ്റീരിയാസ് എന്ത് ചെയ്താൽ മതി, തീർത്താൽ മതി. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു, 2 പാർട്ട് എക്സാംസ് എന്ത് ചെയ്യുക, പാസ്സാവുക. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്തായിരുന്നു, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെടുക്കണം, ഡിഗ്രി. അത് റെഗുലറോ ഡിസ്റ്റൻസോ ഓൺലൈനോ ഏതായാലും എന്തില്ല, സീനില്ല. അത് എത്ര കൊല്ലം കൊണ്ട് എടുത്താൽ മതി, 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതിയേ. അപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനോട് എന്താ വേണ്ട, പേടിയൊന്നും വേണ്ട. അല്ല സാറേ നമ്മൾ +2 കഴിഞ്ഞിട്ട് CMA പാസ്സായിട്ട് ഡിഗ്രി ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ഒരു പ്രശ്നമില്ല. 7 വർഷം കൊണ്ട് നമ്മൾ ഈ സാധനം എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്ത ക്രൈറ്റീരിയ ആണ് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്. നമുക്ക് എന്തും കൂടി വേണം, 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളായിരിക്കും സാറേ CMA USAൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്, അപ്പോൾ നമുക്ക് പാസ്സായ പണി കിട്ടുമോ? മക്കൾ ആലോചിക്കണേ. പണി കിട്ടാൻ വേണ്ടി, ജോബ് കിട്ടാൻ വേണ്ടി ഏതിൻ്റെ ആവശ്യമില്ല, സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടേ. ഏത് എക്സ്പീരിയൻസ്? ജോബ് എക്സ്പീരിയൻസേ. സാധാരണ പണിക്ക് പോയിട്ടുള്ള 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ, ആ എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക്. എന്തിനു വേണ്ടി? സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തിൻ്റെ ജോബ് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ജോബ് കിട്ടണമെങ്കിൽ ഏതിൻ്റെ ആവശ്യമില്ല, സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് ചെയ്താൽ മതി, CMA USA പാസ്സായാൽ മാത്രം മതി. CMA USA പാസ്സായാൽ തന്നെ നിങ്ങൾക്ക് ഏത് കിട്ടും, ജോബിന് അപ്ലൈ ചെയ്ത് ജോബിന് പോകാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, സാർ സർട്ടിഫിക്കറ്റ് ആവാണ്ട് പണി കിട്ടോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താ, സർട്ടിഫിക്കറ്റ് ആവേണ്ട ഒരു ക്രൈറ്റീരിയ എന്താ, 2 കൊല്ലം പണിയെടുക്കണമെന്ന്. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബിന് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ ജോബ് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റുഡൻസിന് എപ്പോഴുള്ള സംശയമാണ്, സാറേ നമ്മൾക്ക് CAക്ക് ഇൻറ്റേൺഷിപ്പും ആർട്ടിക്കൽഷിപ്പും ഒക്കെ ഉള്ള സംഗതിയാണോ ഇത് മീൻ ചെയ്യുന്നത്? ഒരു കാരണവശാലും അതല്ല. ഇത് സാധാരണ നമ്മൾ പാസ്സായി 2 വർഷം ജോബിന് പോകാനുള്ള സാധ്യതയില്ല. പണിക്കുമല്ലോ, നിങ്ങൾ പഠിച്ചിട്ട് പണിക്കുമല്ലോ. ആ പണിക്ക് പോയി കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കമ്പനിയെ വാങ്ങിയിട്ട് CMAക്ക് അല്ലെങ്കിൽ IMAക്ക് എന്ത് ചെയ്താൽ മതി, അയച്ചു കൊടുത്താൽ മതി. അത് അയച്ചെടുക്കലോട് കൂടി ആ ക്രൈറ്റീരിയ എന്താവും, പൂർത്തിയാവും. ഇങ്ങനെ 3 ക്രൈറ്റീരിയ പൂർത്തിയാവലോടുകൂടി നിങ്ങൾക്ക് CMA USAയുടെ സർട്ടിഫിക്കേഷൻ എന്താവും, കിട്ടുന്നതാണ്.
പിന്നെയുള്ളൊരു സാധനം ഉണ്ടേ, നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും, ആക്റ്റീവ് മെമ്പർഷിപ്പ്. അതായത് ഏത് പ്രൊഫഷണൽ ബോഡി ആണെങ്കിലും, CME ആയിക്കോട്ടെ, CC ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ, നിങ്ങൾ പ്രൊഫഷണൽ ബോഡിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷാവർഷം അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മെമ്പർഷിപ്പാണ് അല്ലേ. നിങ്ങൾ അവരെ ആ ബോഡിയുടെ മെമ്പറായിട്ടാണ് ആര് മാറാൻ പോകുന്നത്, നിങ്ങൾ മാറാൻ പോകുന്നത്. അപ്പോൾ ആ മെമ്പറായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ, നിങ്ങളതിൻ്റെ മെമ്പറായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ആ മെമ്പർഷിപ്പിന് വേണ്ടി നിങ്ങൾ എല്ലാ വർഷവും ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. അതാണ് മെമ്പർഷിപ്പ് കട്ടാണ്ട് എപ്പോഴും അത് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് പറയുന്നത്. റെഡി അല്ലേ? നിങ്ങൾ ആ ബോഡിയുടെ മെമ്പർ ആണെങ്കിലല്ലേ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ മെമ്പറായിട്ട് കാലാകാലം നിൽക്കണം. കാരണം നിങ്ങൾ CMA പഠിച്ച് പാസ്സാവുന്ന എന്തിനാ, നിങ്ങൾ ആ CMA പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ബോഡിയുടെ മെമ്പറായിട്ടാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. റെഡി അല്ലേ? അപ്പോൾ ആ മെമ്പർ ആണെങ്കിൽ ആ മെമ്പർഷിപ്പിൻ്റെ ഫീസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഏർലി ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അതാണ് അവിടെ ആക്റ്റീവ് മെമ്പർഷിപ്പ് എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് 3 ക്രൈറ്റീരിയ ആണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അതിലൊന്ന് 2 പാർട്ട് പാസ്സാവുക, 2 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ്, അതോടൊപ്പം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെടുക്കുക, ഡിഗ്രി എടുക്കുക. ഈ 3 ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ നിങ്ങൾ CMA സർട്ടിഫൈഡ് ആവും. 2 പാർട്ട് എക്സാം പാസ്സായ CMA നിങ്ങൾ എന്തായി, ക്വാളിഫൈഡ് ആയി. റെഡി അല്ലേ? സോ അപ്പോൾ ഇതാണ് CMAൻ്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്നുള്ളത്. ഇനി അടുത്ത എല്ലാവർക്കുള്ള സംശയമാണ്, സാർ CMA എന്താ, ഇത് കഴിഞ്ഞാലുള്ള പണി എന്താ ഇതൊക്കെ ചെയ്തിട്ടുള്ള കാര്യം എന്താ? ഇത് ചെയ്തിട്ടുള്ള നമുക്കറിയാം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളെ മുന്നിലേക്ക് തുറന്നു വരുന്നത്. കാരണം ഇതിൻ്റെ സിലബസ് തന്നെ ആ ഒരു പേരിലുള്ള പോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. നമുക്കറിയാം, നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ്, ഒന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും കേൾക്കാറുണ്ടാവും, നിങ്ങൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടൻറ്റും കേൾക്കാറുണ്ടാവും. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കും പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ച കാര്യങ്ങൾ പ്രോപ്പർലി ഒരു രൂപത്തിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് ഏത്, ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, കമ്പനിയിലുള്ള ഓരോ ഇവൻസിനെ കുറിച്ചും, ഓരോ കാര്യത്തെക്കുറിച്ചും ഏത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ കമ്പനിയിലുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. കാരണം അവരായിരിക്കും ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇവൻ്റ് നടക്കാൻ പോകുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള ചിലവുകളും അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എത്രത്തോളം കോസ്റ്റുകൾ വരും, അങ്ങനെ ഒരു കാര്യം ചെയ്താൽ എത്രത്തോളം ബെനിഫിറ്റുകൾ കിട്ടും, ഇങ്ങനെ ഓരോ ഇവൻസിൻ്റെയും കോസ്റ്റും ബെനിഫിറ്റും ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ബെനിഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്യും, നല്ലൊരു ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ എടുക്കുന്നതൊക്കെ പരിപാടിയാണ് ആര് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് എന്തുണ്ട്, അവസരങ്ങളുണ്ട്. അപ്പോൾ കമ്പനിയിലുള്ള ഒരുപാട് ജോബ് റോൾസുകളിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ആർക്ക് സാധിക്കും, ഒരു CMA പാസ്സായ ഒരാൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റർ, ഫൈനാൻഷ്യൽ മാനേജർ, കൺട്രോളർ, CFO, അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ്. ഇങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്ക് ഈ സാധനം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. എക്സ്പെഷ്യലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരുപാട് ജോബ് റോളുകൾ വഹിക്കാൻ, നല്ല റെപ്യൂട്ടേഷനുള്ള നല്ല ജോബ് റോളുകൾ വഹിക്കാൻ, നല്ല സാലറീസ് കിട്ടുന്ന നല്ലൊരു ജോബ് പൊസിഷൻ വഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവും, സാധിക്കും. കാരണം നമ്മളെപ്പോലെ ആൾക്കാരുണ്ടെങ്കിലേ ആ കമ്പനിയിൽ ഒരു പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നടക്കത്തുള്ളൂ. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മളെപ്പോലെയുള്ള CMA ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ആവശ്യമുണ്ട്, കമ്പനിയിൽ ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇത് പാസ്സായതോട് കൂടി ഒരുപാട് ജോബ് റോൾസ് ആണ് ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഓപ്പൺ ചെയ്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡിയല്ലേ? സോ അപ്പോൾ ഇതാണ് CMA USA ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത്. ഇനി എന്തുകൊണ്ടാണ് സൈലം എന്ന് പറയുന്ന ക്യാമ്പസ്, നമുക്കറിയാം കൊമേഴ്സ് തുടങ്ങി വളരെ ചെറിയ കാലയളവിൽ തന്നെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളിൽ അത്രമേൽ റാങ്കുകളും ഓൾ ഇന്ത്യ റാങ്ക്സും ഗ്ലോബൽ റാങ്ക്സും ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി വളരെ ചെറിയ കാലയളവിൽ തന്നെ സാധിച്ച ഒരു ക്യാമ്പസാണ് സൈലം കൊമേഴ്സ് പ്രോ എന്നുള്ളത്. കാരണം അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും
CAക്കും ACCAക്കും CMA ഇന്ത്യക്കും എല്ലാത്തിനും റാങ്കുകൾ നേടാൻ വേണ്ടി സൈലത്തിന് ഈ വളരെ ചെറിയ കാലയളവിൽ തന്നെ എന്തായിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് അത് ഏത് പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ മാർക്കറ്റിലെ ഏറ്റവും ലീഡിങ് ഫാക്കൽറ്റീസിനെയാണ് സൈലം എന്ത് ചെയ്യുന്നത് കോഴ്സുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയവും ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്തുന്ന ടോപ്പിക്സിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ പ്രോപ്പർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സിനെ കൂടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്തുണ്ടാവുന്നുണ്ട് വെക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെ പെർഫോമൻസ് ഇവാലുവേഷനും നിങ്ങൾക്ക് വേണ്ടി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ എക്സാം ഫിയേഴ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർലിയുള്ള മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ വീക്ക്ലി നിങ്ങളെ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുക. ഇതിനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്സ് തന്ന് പ്രോപ്പർലി ഗൈഡൻസ് തന്നിട്ടായിരിക്കും ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവുക മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ മുന്നോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൈലത്തിന് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഒരുപാട് റാങ്കുകൾ നേടാൻ വേണ്ടി എന്തായിട്ടുള്ളത് സാധിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഇതാണ് CMA USA കുറിച്ചിട്ടുള്ളൊരു കോഴ്സ് സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റുള്ള എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പേഴ്സിൽ വിളിക്കാൻ പറ്റുന്നതാണ്. സൈലത്തിൻ്റെ കൊച്ചി ക്യാമ്പസിലും അതുപോലെ തന്നെ കാലിക്കറ്റ് ക്യാമ്പസിലും അതോടൊപ്പം ഓൺലൈനിലും CMA USAയുടെ കോഴ്സ് എന്താവുന്നുണ്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പം അഡ്മിഷനുമായി ബന്ധപ്പെട്ടതും ഫീസുമായി ബന്ധപ്പെട്ടതും എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡി അല്ലേ? അപ്പം നമ്മുടെ പാത്വേ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്താണ് CMA USAയുടെ കോഴ്സ് സ്ട്രക്ചർ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു CMA USAയുടെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെ കുറിച്ചിട്ടായിരിക്കും ഇനിയുള്ള പാത്ത് സീരീസിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ കോഴ്സിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു കോസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ ആണ് ഇത് കോസ്റ്റ് എന്നുള്ളത്. കാരണം കോസ്റ്റ് ആണ് നമ്മുടെ കമ്പനിയുള്ള എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ ആ സർവീസിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലാഭം അറിയാൻ, എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ഡിസിഷൻസ് എടുക്കാൻ എല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ടേംസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കോസ്റ്റ്. മക്കളെ, നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാക്കാണല്ലേ കോസ്റ്റ് എന്നുള്ളത്. എന്താ ഈ കോസ്റ്റ്? എന്തായിരിക്കും കോസ്റ്റ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ കോസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താ കോസ്റ്റ്? നിങ്ങളതായ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തായിരിക്കും ഒരു കോസ്റ്റ്? ശ്രദ്ധിക്കണം നിങ്ങൾ. കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പല വിഷയങ്ങൾ പറയാറുണ്ടല്ലേ. നമുക്ക് കാർ വാങ്ങാൻ ഇത്ര കോസ്റ്റാണ്, പഠിക്കാൻ ഇത്ര കോസ്റ്റാണ്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ടൂർ പോകാൻ ഇത്ര കോസ്റ്റാണ് അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട്. അപ്പോൾ ഈ കോസ്റ്റും എക്സ്പെൻസും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടേമാണ്. കോസ്റ്റും കോസ്റ്റ്ലി ആണ്, ഇത് ഇത്ര എക്സ്പെൻസ് ആണെന്നൊക്കെ നിരന്തരം യൂസ് ചെയ്യുന്നൊരു ടേമാണല്ലേ. അപ്പോൾ ഈ കോസ്റ്റും എക്സ്പെൻസും എന്നുള്ളത് ഒന്നാണ് അല്ല, കോസ്റ്റ് എക്സ്പെൻസ് ഒന്നല്ല. പക്ഷെ അവർ തമ്മിൽ എന്തുണ്ട്? ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. രണ്ടും ഒരേ സെയിം സാധനം അല്ലെങ്കിൽ പോലും ഈ രണ്ടാൾക്കാരുടെ തമ്മിൽ എന്തുണ്ട്? ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോസ്റ്റ് എന്നുള്ളത് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചോ നിങ്ങൾ. ഒരു കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഗിവൺ അപ്പ് ചെയ്യുന്ന എല്ലാ കാര്യം കോസ്റ്റാണ്. എന്താ പറഞ്ഞത്? ഒരു കാര്യം നേടിയെടുക്കാൻ, ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാ കാര്യം
അല്ലെങ്കിൽ നിങ്ങൾ ഗിവൺ അപ്പ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസും എന്താണ്? കോസ്റ്റാണ്. എന്താ സാർ അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കാൻ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? പറയാം നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ CMA USA കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. CMA USA പഠിക്കാനുള്ള കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? സാറേ എനിക്ക് CMA USA പഠിക്കാൻ ഇത്ര ഫീസായിട്ടുണ്ട്, ഇത്ര ടെക്സ്റ്റ് ബുക്സിന് ഇത്ര ഫീസായിട്ടുണ്ട്, പിന്നെ അതുപോലെ എക്സാംസ് എഴുതാൻ വേണ്ടി ഇത്ര ഫീസായിട്ടുണ്ട്. കുറച്ചും കൂടി ഡീപ്പിൽ ചോദിച്ചാൽ നിങ്ങൾ പറയും സാറേ അവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ ഫീസായിട്ടുണ്ട്, അവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇത്ര കോസ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സാറേ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇത്ര കോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. റെഡിയല്ലേ? നിങ്ങൾ അവിടെ വെച്ച് നിൽക്കും. മക്കളെ പ്രശ്നം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത്രയും പറഞ്ഞത് മൊത്തം റിസോഴ്സസ് ആണോ എന്ന് വെച്ചാൽ റിസോഴ്സസാണ്. പക്ഷെ അത് ഏതിൽ മെഷർ ചെയ്യുന്നതാ? മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത് കോസ്റ്റിനെ കുറിച്ച്? ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാ കാര്യമാണ് കോസ്റ്റ്. നിങ്ങളിപ്പോൾ പറഞ്ഞത് പൈസയെക്കുറിച്ച് മാത്രം. അപ്പം മക്കളെ മനസ്സിലാക്കണം, പൈസ ചെലവാക്കുന്നതിനെ മാത്രമല്ല എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു വിഷയം നേടിയെടുക്കാൻ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാ കാര്യവും. അതെന്താ കുറച്ചും കൂടി ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ CMA USA നേടിയെടുക്കാൻ നിങ്ങൾക്ക് പൈസ മാത്രമാണോ ചിലവ്? അല്ലല്ല, നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് സമയം എന്താവുന്നുണ്ട്? ചിലവാക്കുന്നുണ്ട്. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? നിങ്ങൾ ടൈമിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാക്രിഫൈസ്. നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ സാക്രിഫൈസ്, നിങ്ങൾ എഫേർട്സ് ഇടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താ ഒരു CMA USA എന്നൊരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ ഗിവൺ അപ്പ് ചെയ്യുന്ന റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ എന്താണ്? കോസ്റ്റിൽപ്പെട്ടതാ. ഇതൊക്കെ ഏതിൽപ്പെട്ടതാ? കോസ്റ്റിൽപ്പെട്ടതാ. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും ഏത് മാത്രമല്ല, മോണിറ്ററി ടേംസിലുള്ളത് മാത്രമാണോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമാണോ? അല്ല. കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ആവാം, അതുപോലെ തന്നെ ഏതും ആവാം, ക്വാളിറ്റേറ്റീവ് ആവാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വിഷയം നേടിയെടുക്കാൻ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാ കാര്യം എന്താ? കോസ്റ്റാ. അത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഉള്ളതായിക്കോട്ടെ, ക്വാളിറ്റേറ്റീവ് ടേംസിലായിക്കോട്ടെ, അല്ലെങ്കിൽ മോണിറ്ററി ആയിക്കോട്ടെ, നോൺ മോണിറ്ററി ആയിക്കോട്ടെ, എല്ലാം എന്താണ്? കോസ്റ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളേക്കും സാർ എന്താ ഈ എക്സ്പെൻസ്? ശ്രദ്ധിക്കണേ, എല്ലാ എക്സ്പെൻസും കോസ്റ്റാണ്. എല്ലാ എക്സ്പെൻസും എന്താ? കോസ്റ്റാണ്. പക്ഷെ എല്ലാ കോസ്റ്റും എന്തല്ല? എക്സ്പെൻസ് അല്ല. ഒന്നും കൂടി ശ്രദ്ധിക്കണേ, എല്ലാ എക്സ്പെൻസും എന്താണ്? കോസ്റ്റാണ്. എല്ലാ കോസ്റ്റും എന്തല്ല? എക്സ്പെൻസ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇത്രപാട് കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എന്ത് വരുന്നുള്ളൂ? എക്സ്പെൻസ് വരുന്നുള്ളൂ. റെഡിയല്ലേ? ഇത്രയും ടോട്ടൽ കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഏതിൽ വരുന്നുള്ളൂ? എക്സ്പെൻസിൽ എന്താവുന്നുള്ളൂ? വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ അത്ര മനസ്സിലാക്കുക. എല്ലാ എക്സ്പെൻസും എന്താണ്? കോസ്റ്റാണ്. പക്ഷെ എല്ലാ കോസ്റ്റും എന്തല്ല? എക്സ്പെൻസ് അല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ CMAക്ക് വേണ്ടി ചിലവാക്കുന്ന ടൈം അതെന്താ? കോസ്റ്റാ. പക്ഷെ അതിന് നമ്മൾ എന്ത് പറയൂല? എക്സ്പെൻസ് എന്ന് പറയുമോ? അത് നമ്മൾ എന്ത് പറയൂല? എക്സ്പെൻസ് എന്ന് പറയൂല. റെഡിയല്ലേ? അപ്പം എല്ലാ എക്സ്പെൻസും എന്താണ്? കോസ്റ്റാണ്. പക്ഷെ എല്ലാ കോസ്റ്റും എന്തല്ല? എക്സ്പെൻസ് അല്ല. റെഡിയല്ലേ? അപ്പോൾ കോസ്റ്റിൽ തന്നെ വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു ബേസിക് ആയതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും എന്താവുന്നില്ല, കടക്കുന്നില്ല. അത് നമുക്കിപ്പം കോസ്റ്റ് എന്നൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ് ഒരു കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരം കിട്ടണം. എന്താ കോസ്റ്റ്? എന്താ? ഒരു വിഷയം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗിവൺ അപ്പ് ചെയ്യുന്ന റിസോഴ്സസിനെയാണ് എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്നെന്താക്കുന്ന വിളിക്കുന്നത്. അത് മേ ബി ക്വാണ്ടിറ്റേറ്റീവ് ആവാം, അതുപോലെ തന്നെ ഏതും ആവാം, ക്വാളിറ്റേറ്റീവ് ആവാം. അപ്പം എല്ലാ എക്സ്പെൻസും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? കോസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ കോസ്റ്റും എന്തല്ല? എക്സ്പെൻസ് അല്ല. റെഡിയല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിന്നെ അതിലുള്ള കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കോഴ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പഠിക്കാൻ ഉണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ നോക്കാം. അടുത്ത പരിചയപ്പെടേണ്ട ഒരു ടേമാണ് കോസ്റ്റിംഗ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഡിഗ്രി ചെയ്യുന്ന ആൾക്കാരൊക്കെ സുലഭമായി കേട്ടിട്ടുണ്ടാവും കോസ്റ്റിംഗ് എന്നുള്ള ടേമൊക്കെ. റെഡി? +2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റിംഗ് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും പലയിടങ്ങളിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കോസ്റ്റിംഗ് എന്നുള്ളൊരു ടേം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ വളരെ സിമ്പിളാണ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ആക്ച്വൽ കോസ്റ്റ് കാണുന്ന രീതിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് നിർണ്ണയിക്കുന്ന രീതിയാണ് ഏത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഏത്, കോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പം കോസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് നിർണ്ണയിക്കാൻ അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കോസ്റ്റുകൾ എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ചിലവുകൾ വരില്ലേ? ആ ചിലവുകൾ മൊത്തം കണ്ടുപിടിച്ച് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളമാണ് ചിലവ് ഇൻകർ ആയത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കാണ് ഏത്, കോസ്റ്റിംഗ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം മെറ്റീരിയൽസ് വേണം, ലേബേഴ്സ് വേണം, ഇലക്ട്രിസിറ്റി വേണം, അതിനൊരു സ്പേസ് വേണം, ആ സ്പേസിന് റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തം എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം പ്രൊഡക്ഷന് വേണ്ടി കോസ്റ്റുകൾ ചിലവായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു പ്രൊഡക്ഷന് വേണ്ടി ടോട്ടൽ എത്രത്തോളം കോസ്റ്റുകൾ ഇൻകർ ആയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. കോസ്റ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു കമ്പനിക്ക് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അതിന് എത്രത്തോളമാണ് കോസ്റ്റ് ഇൻകർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്തേ പറ്റൂ, കോസ്റ്റിംഗ് ടെക്നിക്കുകൾ എന്ത് ചെയ്തേ പറ്റൂ, യൂസ് ചെയ്തേ പറ്റൂ. അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവും, നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഇവൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും സർവീസിൻ്റെയോ കൃത്യമായിട്ട് എത്രത്തോളം കോസ്റ്റാണ് അതിന് ഇൻകർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് കോസ്റ്റിംഗ് ടെക്നിക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കോസ്റ്റിംഗ്? ഒരു കാര്യത്തിൻ്റെ കോസ്റ്റ് എത്രത്തോളം ആക്ച്വലി ഇൻകർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്, കോസ്റ്റിംഗ് എന്നുള്ളത്. റെഡിയല്ലേ? അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ആ ടെക്നിക്കുകളും നമ്മൾ ഈ സിലബസുകളിൽ എന്ത് ചെയ്യും, പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വിശദീകരിച്ച് പഠിക്കും. റെഡിയല്ലേ? അപ്പോൾ എന്താ, അപ്പോൾ ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്ത്, അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഏത്, കോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഒരു വിഷയത്തിൻ്റെ കോസ്റ്റ് എത്രയാണോ അതെത്രയാണോ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം കോസ്റ്റ് ഇൻകറായി എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഏത്, കോസ്റ്റിംഗ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷേ അതിന് കുറച്ച് ടെക്നിക്കും പ്രോസസ്സൊക്കെ ഉണ്ട്. റെഡിയല്ലേ? ആ പ്രോസസ്സും ടെക്നിക്കൊക്കെ നമ്മൾ സിലബസിൽ കടന്നാൽ നമ്മളെന്താവും, കൂടുതലായിട്ട് പഠിക്കും. റെഡിയല്ലേ? അപ്പോൾ അടുത്തൊരു ടേമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതും നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർ കേട്ട് പേടിച്ചിട്ടൊരു ടേമായിരിക്കും ഏത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. വളരെ സിമ്പിളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും. എന്താ കോസ്റ്റ് അക്കൗണ്ടിങ്? നിങ്ങൾ കോസ്റ്റിങ്ങിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓരോ കാര്യത്തിൻ്റെയും എത്രത്തോളം കോസ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് ചെയ്ത് കണ്ടുപിടിച്ചു, കോസ്റ്റിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തായിട്ടുണ്ട് പ്രൊഡക്റ്റിന് എത്ര വന്നു, സർവീസുകൾക്ക് എത്ര വന്നു, ഇങ്ങനെ ഈ ഒരു ഇവൻറ്റ് ചെയ്തപ്പോൾ എത്ര കോസ്റ്റുകൾ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് എന്തായിട്ടുണ്ടാവും, കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? അതാണ് കോസ്റ്റിംഗിൽ പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും ഈ കോസ്റ്റ് അക്കൗണ്ടിങ്? നിങ്ങൾ ഈ കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻകർ ആയിട്ടുള്ള കോസ്റ്റുകളെ പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്, കോസ്റ്റ് അക്കൗണ്ടിങ്. പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായ രീതിയിലേക്ക് യൂസ് ചെയ്യുക, അതിനാവശ്യമായ രീതിയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ള രീതികളാണ് നമ്മൾ എവിടെ ചെയ്യാൻ പോകുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എത്രത്തോളമാണ് കോസ്റ്റ് ഇൻകർ ആയത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായി കണ്ടുപിടിച്ചു. അതായത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം കോസ്റ്റ് ചിലവായിട്ടുണ്ട് എന്നുള്ള വിഷയം നിങ്ങൾ എന്താക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡിയല്ലേ? അപ്പോൾ എന്താ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് റൂള്? ആ കോസ്റ്റ് ചിലവായതൊക്കെ പറഞ്ഞു അത് നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. എവിടെ റെക്കോർഡ് ചെയ്യും? ആ രീതിയാണ് ഏത്, കോസ്റ്റ് അക്കൗണ്ടിങ്. എന്ത് റെക്കോർഡ് ചെയ്യുന്നത്? ഇത് റെക്കോർഡ് ചെയ്താലാണ് ഇതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ്, ഇതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല വശവും മോശവശമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്ര ചിലവാവും എന്നുള്ള കാര്യം മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയും. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്ര പൈസ ചിലവാകും, ഒരു $100 ചിലവാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി ബഡ്ജറ്റ് ചെയ്തു. പക്ഷേ ഇത് കോസ്റ്റിംഗ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ആക്ച്വലി ഇൻകർ ചെയ്ത കോസ്റ്റ് കണ്ടുപിടിച്ച സമയത്താണ് മനസ്സിലാവുന്നത്
നിങ്ങൾ വിചാരിച്ച പോലെയല്ല, 100 വിചാരിച്ച സ്ഥാനത്ത് 110 ആയിട്ടുണ്ട്. നിങ്ങൾ മുൻകൂട്ടി എത്ര വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ $100 ചിലവാകുന്ന അല്ലെങ്കിൽ $100 ചിലവാകുന്നുള്ള കാര്യമാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ പ്രശ്നം എന്താ, ചിലവാക്കി നോക്കിയ സമയത്താണ് മനസ്സിലാവുന്നത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ $110 എന്തായിട്ടുണ്ട്, ചിലവായിട്ടുണ്ട്. അപ്പം എത്ര ചിലവായി? നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ $10 എന്തായിട്ടുണ്ട്, ചിലവായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കാം. നിങ്ങൾ ജോത്സ്യമൊന്നല്ലല്ലോ, നിങ്ങൾ വിചാരിച്ച പോലെ ഭാവിയിലെ കാര്യങ്ങൾ മൊത്തം മുന്നോട്ടേക്ക് പോകാൻ ഉറപ്പാണ്. നിങ്ങൾ വിചാരിച്ചതിൽ നിന്ന് പല മാറ്റങ്ങൾ എന്തുണ്ട്, വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 100 നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചത്, പക്ഷെ കോസ്റ്റ് എത്ര വന്നു, 110 വന്നു. 10 ഡിഫറൻസ് വന്നില്ലേ? ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യും. എങ്ങനെ? നിങ്ങൾ വിചാരിച്ചപ്പം എത്രത്തോളം മെറ്റീരിയൽ ഉപയോഗിക്കും, എത്രത്തോളം ലേബേഴ്സ് വരും, എത്രത്തോളം മറ്റുള്ള ചിലവുകൾ വരും, നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത്രയൊക്കെയാണ് വരാൻ ചാൻസ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കോസ്റ്റിംഗ് ചെയ്ത സമയത്ത് ഓൾറെഡി ഓരോന്നിന് എത്രത്തോളം കോസ്റ്റ് വന്നു എന്നുള്ള കാര്യം നമുക്ക് എന്തായി മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ കോസ്റ്റുകൾ എന്തായത് ചിലവായി എന്നുള്ളത്. അപ്പോൾ അവിടെ കോസ്റ്റിനെ ഇനി മുതൽ അങ്ങോട്ടേക്ക് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കോസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അവിടെ അങ്ങനെ ഒരു കോസ്റ്റ് മാറാനുള്ള കാരണങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഏത് ചെയ്യേണ്ടി വരും, കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ചിലവാക്കുന്ന കോസ്റ്റുകൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുക. അല്ലേ? അക്കൗണ്ട്സിങ് ചെയ്യുന്ന പോലെ നിങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്തിട്ട് അതിനെ പ്രോപ്പർലി എന്ത് ചെയ്യേണ്ടി വരും, ക്ലാസിഫൈയും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും. എന്തിനാ? ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി കമ്പനീൻ്റെ ഉള്ളിൽ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാര്യം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിത് പ്രോപ്പർലി റിപ്പോർട്ട് രൂപത്തിൽ കിട്ടും. നിങ്ങൾ ചിലവാക്കിയ കോസ്റ്റുകളൊക്കെ പ്രോപ്പർലി റിപ്പോർട്ട് രൂപത്തിൽ കിട്ടും. അങ്ങനെ കിട്ടിയ എന്ത് ഉപകാരം? ഓരോന്നിൻ്റെയും കോസ്റ്റുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് സാധിക്കും. നിങ്ങൾക്കിത് ബഡ്ജറ്റ് ചെയ്ത് നിങ്ങൾ വിചാരിച്ച എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് എന്തുകൊണ്ട് കോസ്റ്റുകൾ കൂടിയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. റെഡിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രോപ്പർലി കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ഡിസിഷൻസ് എടുക്കാനൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന രീതി നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സ്? കോസ്റ്റിനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നത്? ഇത് റെക്കോർഡിങ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? നിങ്ങൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്യും. കോസ്റ്റും ഇൻകം ഒക്കെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. എന്തിനാ? ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ഇത് ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് ഓരോ പീരിയോഡിക്കൽ സമയത്തും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർലി സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരം എന്നാ, ആ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരം എന്നാ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കമ്പനിയിൽ ചിലവാകുന്ന കോസ്റ്റുകളെ കുറിച്ച് റെക്കോർഡ് ചെയ്ത് ഒരു പ്രോപ്പർലി റിപ്പോർട്ട് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഓരോ വിഷയത്തിനെ കുറിച്ചിട്ടും പഠിക്കാൻ പറ്റും, ഓരോ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലാണ്ട് എടുക്കാൻ വയ്യോ? കാരണം എന്താ, നമുക്കറിയാം കോസ്റ്റുകൾ പല രീതിയിൽ അടിച്ച് ചിലവാക്കൽ മാത്രം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. പരിപാടി നടക്കുമോ? കാരണം എന്താ, ഓരോന്നും ചിലവാക്കുന്നതിനെ കുറിച്ച് പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നട്ടം തിരിയേണ്ടി വരും. കാരണം ഓരോ പൈസ എവിടെയാണ് പോകുന്നത് ഒന്നും തിരിയില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പർലി ചിലവാക്കുന്ന കോസ്റ്റുകളെ പ്രോപ്പർലി നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ വെച്ചാലേ നമുക്ക് ആ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. റെഡി അല്ലേ? റെഡി. അടുത്തൊരു ടേമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. എന്താ കോസ്റ്റ് ഒബ്ജക്റ്റ്? കോസ്റ്റ് ഒബ്ജക്റ്റ് വളരെ സിമ്പിളാണ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തിൻ്റെ മുകളിലാണോ നിങ്ങൾ പൈസ ചിലവാക്കുന്നത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു പൈസ ചിലവാക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മുകളിലായിരിക്കുമല്ലോ, അതിനാണ് എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് ഒബ്ജക്റ്റ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫോൺ വാങ്ങാനാണ് നിങ്ങൾ പൈസ ചിലവാക്കുന്നതെങ്കിൽ ആ ഫോണാണ് അവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങാനാണ് പൈസ ചിലവാക്കുന്നതെങ്കിൽ ആ ലാപ്ടോപ്പാണ് അവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇൻ കേസ് നിങ്ങളൊരു വീട് എടുക്കാനാണ് അല്ലെങ്കിൽ ഒരു റോഡ് എടുക്കാനാണ് നിങ്ങൾ പൈസ ചിലവാക്കുന്നതെങ്കിൽ അവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നാ, ആ വീടാണ്, ആ റോഡാണ്. നിങ്ങൾ CMA പഠിക്കാനാണ് പൈസ ചിലവാക്കുന്നതെങ്കിൽ അവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നാ, CMA ആണ്. അപ്പോൾ ഏതിനാണോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ എന്നാ കോസ്റ്റ് ഒബ്ജക്റ്റാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിൻ്റെ മുകളിലാണോ ഏതിൻ്റെ മുകളിലാണോ നിങ്ങൾ പൈസ എന്താവുന്നത് ചിലവാക്കുന്നത്, ആ സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താക്കും? വിളിക്കും. അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. റെഡി അല്ലേ? അടുത്തത് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? നിങ്ങൾ എന്തിൻ്റെ മുകളിലാണോ കോസ്റ്റ് ചിലവാക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ പൈസ ചിലവാക്കുമ്പോൾ സാധനം ഉണ്ടാവുമല്ലോ, അതിനാണ് എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ കോസ്റ്റ് യൂണിറ്റ്? എന്താ ഈ കോസ്റ്റ് യൂണിറ്റ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്, സർവീസ് ഓർ ടൈം ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ കോസ്റ്റിനെ ഏതിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതിലാണോ നിങ്ങൾ ഈ കോസ്റ്റിനെ മെഷർ ചെയ്യുന്നത്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് യൂണിറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ സാറേ, കോസ്റ്റിനെ മെഷർ ചെയ്യലോ അല്ലെങ്കിൽ കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യലോ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ പീടികയിൽ അരി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കോസ്റ്റിന് അവർ ഏതിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? 1 കിലോന് അരി എന്നല്ല പറഞ്ഞു തരുമോ? 1 ലിറ്റർ എന്ന് പറഞ്ഞു തരുമോ? ഇല്ലല്ലോ. അരിക്കേതാ പറഞ്ഞു തരാം? പൊതുവെ അരി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 1 കിലോ അരി എന്നല്ല പറഞ്ഞു തരുമോ? അപ്പോൾ അവിടെ കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്തത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് ഏതിലാണ്? കിലോഗ്രാമിലാണ്. അപ്പോൾ അവിടുത്തെ കോസ്റ്റിൻ്റെ യൂണിറ്റ് ഏതാ? കിലോഗ്രാമാ. ഇനി ഇൻ കേസ് നിങ്ങൾ പെട്രോൾ അടിക്കാനാ പോയിനെങ്കിലോ അവർ ഏതിനനുസരിച്ചിട്ടാണ് കോസ്റ്റിനെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്? ലിറ്റേഴ്സിനനുസരിച്ചിട്ടാണ്. ഏതനുസരിച്ചിട്ടാണ്? ലിറ്റർ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? അവർ കോസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ടാവുക? മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് ഏതാ? ലിറ്ററാ. അപ്പോൾ ഓരോ കാര്യം നിങ്ങൾ ചിലവാക്കുമ്പോഴും ആ കോസ്റ്റിനെ മെഷർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. അത് മേ ബി നമ്പേഴ്സ് ആവാം. നമ്പേഴ്സ് ഫോർ ഇപ്പോൾ എക്സാമ്പിൾ ഒരു കാറ് വാങ്ങാനാണ് പോയത് അല്ലേ? കാറ് വാങ്ങുമ്പോൾ ഒരു കാറിനല്ല വില അല്ലേ? അപ്പോൾ ഇവിടെ കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന രീതിയിലാണ് ഒരു കാറിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവിടെ കോസ്റ്റ് യൂണിറ്റ് ഏതാ? നമ്പറാണ്. അപ്പോൾ ചില സമയം അത് കിലോഗ്രാം ആവാം, ചില സമയം അത് ലിറ്റർ ആവാം, ടണ്ണാവാം, നമ്പർ ആവാം, ഹവർ ആവാം, എപ്പോഴും ഹവർ ആവാം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് പൊതുവെ അറിയുന്നതാണ്. ഫോറിൻ കൺട്രീസിലെ എംപ്ലോയീസിന് മിക്കപ്പോഴും ഹവേളിയാണ് എന്ത് കൊടുക്കുക? സാലറി കൊടുക്കുക. മണിക്കൂറിന് നല്ല പരിപാടിയല്ലേ? നോയിക്കോ വേഗം പഠിച്ചിട്ട്. അപ്പോൾ ഹവേളി സാലറി കൊടുക്കുന്ന സമയത്ത് അവിടെ കോസ്റ്റിനെ മെഷർ ചെയ്യുന്ന ഏതിലാണ്? ഹവേളിയാ അല്ലേ? അവർ കോസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ് പറയുന്നുണ്ടാവുക? ഹവേളി. മണിക്കൂറിന് ഇത്രയാണെന്നാണ് പറയുക. അപ്പോൾ അവിടെ കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് ഏതിലാണ്? ഹവേളിയാണ്. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് ഏതാ? ഹവർ. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കോസ്റ്റിനെ ഏതിലാണോ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിനാണ് അതിനെ അസർട്ടൈൻ ചെയ്തിട്ടുള്ളത്, അതാണ് ഏത്? കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളത്. റെഡി അല്ലേ? അതിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് എവിടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? വായിച്ചു നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. റെഡി. അടുത്തൊരു ടേമാണ് കോസ്റ്റ് ഡ്രൈവർ. മക്കളെ, കോസ്റ്റ് ഡ്രൈവറാ. അതെന്താ കോസ്റ്റ് ഡ്രൈവർ? കോസ്റ്റിന് ഡ്രൈവ് ചെയ്യുന്ന ആളോ? എന്തായിരിക്കും കോസ്റ്റ് ഡ്രൈവർ കൊണ്ട് മീൻ ചെയ്തിട്ടുണ്ടാവുക? ചിന്തിച്ചു നോക്കാം നിങ്ങൾ. കോസ്റ്റ് ഡ്രൈവർ എന്തായിരിക്കും? കോസ്റ്റ് ഡ്രൈവർ മക്കൾ ആലോചിച്ച് നോക്കുക. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ? കോസ്റ്റിൻ്റെ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണോ അതിനാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. കോസ്റ്റിൻ്റെ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നതോ? എന്താ അങ്ങനെ വെച്ചാൽ? കോസ്റ്റിൻ്റെ ലെവലിന് എന്ത് ചെയ്യുക? എഫക്റ്റ് ചെയ്യുക. കോസ്റ്റിൻ്റെ ലെവലിനെ എഫക്റ്റ് ചെയ്യുക വെച്ചാൽ എന്താ അർത്ഥം? കോസ്റ്റ് കൂടാനോ കോസ്റ്റ് കുറയാനോ? ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേ ബി കൂടുതലാവാം അല്ലെങ്കിൽ കുറയലാവാം. ആ കൂടാനോ കുറയാനോ എഫക്റ്റ് ചെയ്യുന്നതിനാണ്, അല്ല അതിനുള്ള കാരണം ആരാണോ അങ്ങനെ ഒരു ലെവലിൽ എഫക്റ്റ് ചെയ്യാൻ കോസ്റ്റ് മാറാനുള്ള കാരണം ആരാണോ അതിനാണ് എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഡ്രൈവർ എന്നുള്ളത്. ശ്രദ്ധിക്കണേ. കോസ്റ്റിൻ്റെ ലെവലുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഒരു കോസ്റ്റിൻ്റെ ലെവൽ സെറ്റ് ചെയ്യുമ്പോൾ അത് മാറാനുള്ളൊരു കാരണം ഉണ്ടാവില്ലേ? ആ കാരണത്തിനാണ് എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. റെഡി അല്ലേ? അപ്പോൾ ആ ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റി കാരണമായിരിക്കും എന്ത് മാറുന്നുണ്ടാവുക? കോസ്റ്റ് മാറുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനുള്ള കാരണം ആരാ? മക്കളെ പറ. നമ്മൾ വീട്ടിൽ നമ്മളായിരിക്കും അല്ലേ? പൊതുവെ നമുക്കറിയാം ചെക്കന്മാർ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഫാനും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഒരു ബോധം ഇല്ലാണ്ട് പോകും. റെഡി അല്ലേ? അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനുള്ള കാരണം ആരാ? നമ്മളെ കയ്യിലിരിപ്പ് എന്ന് പറയണ്ട. നമ്മളെ കയ്യിലിരിപ്പ് ഏതിലാണ് പോകുന്നത്? നമ്മളെ കയ്യിലിരിപ്പ് കാരണം ഇലക്ട്രിസിറ്റീൻ്റെ അവരെന്ത് കൂട്ടും? യൂണിറ്റ് എന്താവും? നമ്മൾ കൺസംഷൻ ഇലക്ട്രിസിറ്റി പവർ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ് എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ? ഇലക്ട്രിസിറ്റി
നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പവർ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ് എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. ആ യൂണിറ്റ് കൂടുന്നതിന് കാരണമായിട്ടാണ് ഇലക്ട്രിസിറ്റി ബിൽ എന്നൊരു കോസ്റ്റിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കണേ, ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോസ്റ്റ് ഡ്രൈവർ ആരായിരിക്കും? എങ്ങനെ നോക്കുക? അതിൻ്റെ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നത് ആരാ നോക്കുക? ആരാ എഫക്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനും കുറയാനും കാരണം ആരാ? യൂണിറ്റ് അല്ലേ. യൂണിറ്റ് കൂടുതൽ യൂസ് ചെയ്താൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, യൂണിറ്റ് കുറവായി യൂസ് ചെയ്യുന്നെങ്കിലോ ഇലക്ട്രിസിറ്റി ബില്ല് കുറയും. അപ്പോൾ ഇവിടുത്തെ ഡ്രൈവർ ആരാ? കോസ്റ്റ് ഡ്രൈവർ ആരാ? യൂണിറ്റ്. ഇനി ഇൻ കേസ് നിങ്ങളൊരു യാത്ര പോകുന്നതാണെങ്കിൽ, ഒരു ഓട്ടോയിലോ ബസ്സിലോ യാത്ര പോകുന്നതാണെങ്കിൽ അവിടെ കോസ്റ്റ് മാറാനുള്ള കാരണം ആരാ? അവിടെ ഏത് കാരണമായിരിക്കും കോസ്റ്റ് മാറാം? കിലോമീറ്റേഴ്സ് അല്ലേ. കിലോമീറ്റേഴ്സ് മാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇത് മാറാം. കോസ്റ്റിൻ്റെ ലെവലിന് എന്ത് വരിക? ചേഞ്ചസ് വരിക. കിലോമീറ്റർ കുറവാണെങ്കിൽ കുറച്ച് പൈസ, കിലോമീറ്റർ കൂടുതലാണെങ്കിൽ കൂടുതൽ പൈസ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ ആരാണോ റെസ്പോൺസിബിൾ, അതായത് ഏത് ആക്ടിവിറ്റി ആണോ റെസ്പോൺസിബിൾ, ഒരു ആക്ടിവിറ്റി കാരണമാണ് ഈ കോസ്റ്റ് എന്താവുന്നത്, ഈ കോസ്റ്റിൻ്റെ ലെവൽ എന്താവുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഡ്രൈവർ എന്നുള്ളത്. അടുത്തതാണ് കോസ്റ്റ് കാർഡ്. അടുത്തൊരു ടേമാണ് കോസ്റ്റ് കാർഡ്. വളരെ സിമ്പിൾ സാധനം മക്കളെ. ഒരു കോസ്റ്റ് കാർഡ് അറിയാലോ നമുക്ക്. അതുപോലെ കോസ്റ്റിൻ്റെ ഒരു കാർഡ്. എന്താ ഈ കോസ്റ്റിൻ്റെ കാർഡ്? നിങ്ങളൊരു ടൂർ പോയിട്ട് നിങ്ങൾക്ക് ടോട്ടലി ചിലവായത് 30,000 രൂപ ചിലവായി. 30,000 രൂപയാണ് നിങ്ങൾക്ക് എന്തായി ചിലവായത്? ടോട്ടലി ചിലവായത്. അപ്പോൾ നിങ്ങൾക്ക് വേണം എങ്ങനെയാണ് ഈ 30,000 ചിലവായെന്ന് അറിയണം അല്ലേ. പെട്രോളിന് എത്ര ചിലവായി, അല്ലെങ്കിൽ ഫുഡിന് എത്ര ചിലവായി, റൂമിന് എത്ര ചിലവായി, മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് എത്ര ചിലവായി, ഇത് നിങ്ങൾക്ക് വേറെ അറിയണം. അപ്പോൾ നിങ്ങൾ 30,000 എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ആ 30,000 എന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ കോസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെ എഴുതണം? പെട്രോളിന് ഇത്ര, റൂമിന് ഇത്ര, ഫുഡിന് ഇത്ര, മറ്റുള്ള എൻ്റർടൈൻ പർപ്പസിന് ഇത്ര. ഇങ്ങനൊരു കോസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് കോസ്റ്റ് കാർഡ്. അപ്പോൾ കോസ്റ്റ് കാർഡിൽ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ കോസ്റ്റിൻ്റെ ബ്രേക്ക് ഡൗൺസ് ആണ് ഇവിടെ ഉണ്ടാവുക ഒരു കോസ്റ്റ് കാർഡിൽ ഉണ്ടാവുക. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലോ പ്രൊഡക്ഷന് വേണ്ടി ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ 10,000 ചിലവായി. ആ 10,000 എങ്ങനെ ചിലവായി എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഏത് നോക്കണം? ഈ 10,000 ചിലവായ സമയത്ത് എത്ര പൈസൻ്റെ മെറ്റീരിയൽ പോയിട്ടുണ്ട്? പ്രൊഡക്ഷൻ ചെയ്ത് വേണം, മെറ്റീരിയൽ വേണം. എത്ര പൈസ ലേബേഴ്സിന് പോയിട്ടുണ്ട്? അത് വേറെ തന്നെ. എത്ര പൈസ അതർ എക്സ്പെൻസ് പോയിട്ടുണ്ട്? അതർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയലും ലേബറും മാത്രം ഉണ്ടെങ്കിൽ, പണിക്കാരനും മെറ്റീരിയലും മാത്രം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആവില്ലല്ലോ. ഏതൊക്കെ വേണം? ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ മറ്റുള്ള റെൻ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് മറ്റുള്ള എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര വന്നു എന്നുള്ളത് സെപ്പറേറ്റ് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് കോസ്റ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടേം പഠിച്ചു? പറ. കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു, കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കി, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, അതുപോലെ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, കോസ്റ്റ് ഡ്രൈവർ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, കോസ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൽ കോസ്റ്റ് ഡ്രൈവറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കളികൾ നമ്മുടെ സിലബസിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റുന്നതാണ്. റെഡിയല്ലേ? അടുത്തത് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കോസ്റ്റിനെ നമ്മൾ പല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോസ്റ്റിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബൈ എലമെൻറ്റ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബൈ എലമെൻറ്റ്. എലമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോസ്റ്റ് നമുക്ക് വരുമല്ലേ. ഒരുപാട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. മെറ്റീരിയൽസിന് വേണ്ടി, പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടി കുറച്ചെന്താവും? കോസ്റ്റുകൾ ചിലവാക്കും. അവിടെ പണിയെടുക്കുന്ന ആൾക്കാർക്ക്, ലേബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റുകൾ ചിലവാക്കും. അതുമാത്രമല്ലാണ്ട് മറ്റുള്ള ഒരുപാട് എക്സ്പെൻസുകൾ വേറെയും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചിലവാകുന്നുണ്ട്. അതിന് നമ്മൾ അതിൻ്റേതായ എലമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് മെറ്റീരിയൽ,
രണ്ടാമത് ലേബേഴ്സ്, മൂന്നാമത് എക്സ്പെൻസ്. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലാബർ, എക്സ്പെൻസ്. എന്താ മെറ്റീരിയൽ? നിങ്ങൾ ആ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ ആ മെറ്റീരിയൽസിനെ ചിലവാക്കുന്ന കോസ്റ്റുകൾക്ക് മൊത്തം മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാം. അതിന് നമ്മൾ മെറ്റീരിയൽ എന്ന എലമെൻറ്റ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾ മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് അത് റോ മെറ്റീരിയൽസ് ആവാം. എന്താ റോ മെറ്റീരിയൽ? പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലേ? നമുക്കറിയാം പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇത് റോ മെറ്റീരിയൽസ് എന്നുള്ളത്. റെഡി അല്ലേ? അത് മാത്രമല്ലാതെ നമുക്ക് മറ്റുള്ള പ്രൊഡക്ഷൻ്റെ ആവശ്യമല്ലാത്ത മറ്റുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് മെറ്റീരിയൽസ് വാങ്ങാറുണ്ട്. എന്തെങ്കിലും സ്റ്റേഷനറി പർപ്പസിന് എന്ത് വാങ്ങാറുണ്ട്? മെറ്റീരിയൽ വാങ്ങാറുണ്ട്. അങ്ങനെ കമ്പനീൻ്റെ പല വിഷയങ്ങൾ പ്രൊഡക്ഷനായി ബന്ധപ്പെട്ടതും പ്രൊഡക്ഷൻ അല്ലാത്തതുമായ വിഷയങ്ങൾക്ക് പോലും നമ്മൾ ഏത് വാങ്ങാറുണ്ട്? മെറ്റീരിയൽസ് വാങ്ങാറുണ്ട്. ഈ മെറ്റീരിയൽസ് മൊത്തം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെറ്റീരിയൽ എന്ന എലമെൻറ്റ്സിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടാമതോ, കമ്പനിയിൽ ഒരുപാട് പണിക്കാരില്ലേ? ഈ പണിക്കാർക്കൊക്കെ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. പാരോൾ ഉണ്ടാവും. ഈ പാരോൾ മൊത്തം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ലേബർ എന്ന എലമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ മെറ്റീരിയലും ലേബറും അല്ലാത്ത മറ്റുള്ള ഒരുപാട് എക്സ്പെൻസ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഡിപ്രീസിയേഷൻ, ഇതുപോലുള്ള മറ്റുള്ള എല്ലാ ലേബറും മെറ്റീരിയൽ അല്ലാത്ത മറ്റുള്ള എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എക്സ്പെൻസ് എന്നൊരു എലമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. മെറ്റീരിയൽ ഉണ്ടാവും, ലേബർ ഉണ്ടാവും, അതുപോലെ ഏതുണ്ടാവും? എക്സ്പെൻസും ഉണ്ടാവും. ഇതിൽ തന്നെ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ. എന്താ ഈ ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ? കോസ്റ്റിനെ നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. എന്താ ഡയറക്റ്റ് കോസ്റ്റ്? ശ്രദ്ധിക്കണേ. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റിയ ഒരു കോസ്റ്റാണ് ഏത് കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഒരു ബെഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ബെഞ്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ ഒരു 2-3 മീറ്റേഴ്സിൻ്റെ വേണം? വുഡ് വേണം. അപ്പോൾ നമുക്ക് വുഡ് എത്ര യൂസ് ചെയ്ത് ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി? നമുക്ക് 2-3 മീറ്റർ നമ്മൾ സ്പെസിഫിക്കലി ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? പറയും. ആ 3 മീറ്റർ വുഡ് എന്തിനാ യൂസ് ചെയ്തേ? ഈ ഒരു ബെഞ്ച് ഉണ്ടാക്കാനാ, അല്ലേ? ആ 3 മീറ്റേഴ്സ് വുഡ് എന്തിനാ യൂസ് ചെയ്തേ? ഈ ഒരു ബെഞ്ച് ഉണ്ടാക്കാനാ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ ഒരു ബെഞ്ച് എന്നൊരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഈ വുഡ് 3 മീറ്റർ യൂസ് ചെയ്തത് ഈ ഒരു ബെഞ്ച് ഉണ്ടാക്കാനാ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ വേണ്ടി എന്താവുന്നുണ്ട്? സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 3 മീറ്റർ വുഡിൻ്റെ കോസ്റ്റ്, നമുക്ക് ഡയറക്റ്റ്ലി ഈ ബെഞ്ചിലേക്ക് പോയതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? കാരണം എന്താ? ആ ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ 3 മീറ്റർ വുഡാണ് എന്തായിട്ടുള്ളത്? യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഡയറക്റ്റ്ലി ഏതിൻ്റെ ഒന്നിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് ഏത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ മുകളിലേക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി എന്താവും? സാധിക്കും. അപ്പോൾ എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റ്? നേരെ ഓപ്പോസിറ്റ്. അത് നമുക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റി ബില്ല്. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? പവർ യൂസ് ചെയ്യാറുണ്ട്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തെന്നുള്ള കാര്യം പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു സ്പെസിഫിക് യൂണിറ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ലെങ്കിൽ പോട്ടെ, ഒരു പ്രൊഡക്ഷൻ മാനേജർ പരിപാടി എന്നാ? അയാൾ താഴത്തെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ പ്രോപ്പർലി നോക്കി നടത്താനാണ്, സൂപ്പർവൈസ് ചെയ്യാനാണ് പ്രൊഡക്ഷൻ മാനേജറെ നമ്മൾ കമ്പനിയിൽ എന്താക്കിയിട്ടുള്ളത്? ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ഞാൻ ആ കമ്പനിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ പ്രൊഡക്ഷൻ പർപ്പസ് മൊത്തം നോക്കി നടത്തുക,
സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ പരിപാടി അതാ, എൻ്റെ പണി അതാ. അവരതിനെനിക്ക് മാസം ഒരു 50,000 രൂപ എന്തും തരുന്നുണ്ട്, ശമ്പളവും തരുന്നുണ്ട്, സാലറിയും തരുന്നുണ്ട്. റെഡി. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു പ്രൊഡക്റ്റിലേക്ക് ഞാൻ എത്ര മിനിറ്റ് ചിലവാക്കി എന്നുള്ളത് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ഷനെയും നോക്കി നടത്തല പണി. അല്ലാണ്ട് ഓരോ പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി എന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, സാധിക്കില്ല. അപ്പോൾ എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രൊഡക്ഷൻ മാനേജറെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്തതാണ്, കാരണം പ്രൊഡക്ഷൻ്റെ മാനേജറാണ് അല്ലേ. പക്ഷേ പ്രശ്നം എന്താ, ഓരോ യൂണിറ്റിലേക്കും എൻ്റെ ഈ കോസ്റ്റ് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? പറയാൻ പറ്റും നിങ്ങൾക്ക്. ആ പ്രൊഡക്ഷൻ മാനേജർ ഇന്ന പ്രൊഡക്റ്റിലേക്ക് ഇത്ര മിനിറ്റ് ചിലവാക്കി, ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇത്ര മിനിറ്റ് ചിലവാക്കി എന്നുള്ളത് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ് ഇത് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് റെൻറ്റ് അല്ലേ. നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഏതുണ്ട്, റെൻ്റ് ഉണ്ട്. ആ റെൻറ്റ് നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഏതിൻ്റെ കോസ്റ്റാണ്? പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അല്ലേ. പ്രൊഡക്ഷന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന എല്ലാ കോസ്റ്റും ഏതിൻ്റെ കോസ്റ്റ് ആയിരിക്കും? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ റെൻറ്റ്. അപ്പോൾ ആ റെൻറ്റ് എന്നുള്ള കോസ്റ്റ് നിങ്ങൾ മാസം 1,00,000 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, 1,00,000 കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റിലേക്ക് ഇത്ര റെൻറ്റ്, ഇത്ര സ്ക്വയർ ഫീറ്റ് യൂസ് ചെയ്തെന്നുള്ളത് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക്, ഇപ്പോൾ യൂണിറ്റിൻ്റെ അവസ്ഥ പറഞ്ഞത് മേ ബി ഡിപ്പാർട്ട്മെൻ്റ് ആവാം. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം ചിലവാക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടാവും, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം നിൽക്കുന്ന ഒരാൾക്കാർ, അവർ ആ കോസ്റ്റ് എന്തായിരിക്കും? ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. ഇപ്പം ഓവറോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ കോസ്റ്റ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. റെഡി അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ CMA USA, ACCA, CA. അപ്പോൾ ഇവിടെ CMA USAക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ട്, CAക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ട്, ACCക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ട്. ഇത് വേറെ വേറെ കോർഡിനേറ്ററാണ്. അപ്പോൾ CMA USA എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അടിക്കുന്ന സമയത്ത് ആ CMA USAയുടെ കോർഡിനേറ്റർ ഉണ്ടല്ലോ, കോർഡിനേറ്റർ ഇല്ലേ. അപ്പോൾ CMA USA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് കാണുന്ന സമയത്ത് ആ കോർഡിനേറ്റർ കോസ്റ്റ് എന്നാ ഡയറക്റ്റ് കോസ്റ്റാണ്. എന്തുകൊണ്ടാണ്? അത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ആ കോർഡിനേറ്റർ വർക്ക് ചെയ്യുന്നത് മൊത്തം ഏതിന് വേണ്ടിയിട്ടാണ്? CMA USA എന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു അക്കാഡമിക് ഹെഡ് ഉണ്ട്. അക്കാഡമിക് ഹെഡിൻ്റെ പണി എന്താ? എല്ലാ ബാച്ചേഴ്സിനെയും എല്ലാ കോഴ്സിനും എന്ത് ചെയ്യണം, അവർ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് വേണം. അപ്പോൾ അവർക്ക് CMA USA എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര മിനിറ്റ്, ACC അങ്ങനെയാണോ? അല്ല. അവർ പ്രോപ്പർലി എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിക്ക് നടക്കുന്നുണ്ടോ, കാര്യങ്ങൾ പ്രോപ്പർലി ആണോ പോകുന്നതെന്ന് നോക്കി നടത്താനാണ് ആരെ പണി? അക്കാഡമിക് ഹെഡിൻ്റെ പണി. അപ്പോൾ അവരെ കോസ്റ്റ് എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നോക്കി നടത്തുന്ന ആളാണ്. അപ്പോൾ എന്ത് കോസ്റ്റ് ആയിരിക്കും? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പം ഡയറക്റ്റും ഇൻഡയറക്റ്റ് എങ്ങനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റും ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്ത് കോസ്റ്റ് ആയിരിക്കും? ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ നമുക്കത് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതെന്ത് കോസ്റ്റ് ആയിരിക്കും? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. റെഡിയല്ലേ. ഈ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടല്ലോ, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താ സാധനം? ഇൻഡയറക്റ്റ് കോസ്റ്റ് സാധനം എന്നാ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റൂല, ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ് ഏത്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എന്ത് പേര് വിളിക്കും? ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവർ ഹെഡ്. എന്താണ് ഓവർ ഹെഡ് എന്ന് വിളിക്കും. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവർ ഹെഡ് എന്നുള്ളത്. അതേപോലെ ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. എന്ത് വിളിക്കും? പ്രൈം കോസ്റ്റ്. അപ്പം ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ഓവർ ഹെഡ് എന്നും വിളിക്കും, ഡയറക്റ്റ് കോസ്റ്റ് എന്നും വിളിക്കും, പ്രൈം കോസ്റ്റ് എന്നും വിളിക്കും. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ഓവർ ഹെഡ് എന്നും ഡയറക്റ്റ് കോസ്റ്റിനെ പ്രൈം കോസ്റ്റ് എന്നാണ് വിളിക്കും. അപ്പം എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാലും ഓവർ ഹെഡ് എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? സെയിം അർത്ഥം തന്നെ. എന്താ സാധനം? ഒരു സാധനത്തിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ എന്ത് ഈ ഡയറക്റ്റ് കോസ്റ്റ്? ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് എന്ത് വിളിക്കുക? പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. അത് നമുക്ക് നോക്കാം.
ഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലാബ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ. ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എന്താവും ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എലമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിട്ടാണ്? മെറ്റീരിയൽ, ലേബർ, അതുപോലെ തന്നെ എക്സ്പെൻസ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? നാച്ചുറിൻ്റെ അടിസ്ഥാനത്തിൽ 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പോൾ ഇവിടെ നോക്കണേ, നമ്മൾ എലമെൻറ്റിനെ ഏതൊക്കെ ക്ലാസിഫൈ ചെയ്തു? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് 3 ക്ലാസിഫൈ ചെയ്തു. അതിന് വീണ്ടും നമ്മൾ റീക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. മെറ്റീരിയലിനെ വീണ്ടും 2 ആക്കാൻ പോവുകയാണ്. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. എന്താ ഡയറക്റ്റ് മെറ്റീരിയൽ? ഒരു പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഏത്? ഡയറക്റ്റ് മെറ്റീരിയൽ. ആ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ വുഡ് 3 മീറ്ററിൻ്റെ വുഡ്, അത് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യപ്പെടാം. അപ്പോൾ എന്തായിരിക്കും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? അത് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റൂല? ട്രേസ് ചെയ്യാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിങ്ങൾക്ക് ഓയിൽ വേണം, ലൂബ്രിക്കൻസ് വേണം, ഓയിൽ വേണം. അത് നിങ്ങൾ ആ ഓയിൽ മെഷീൻ ഇട്ട് കൊടുത്തു. ആ മെഷീൻ നിങ്ങൾ എന്തായി? ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ ആണല്ലോ, ഓയിൽ ഇട്ട് കൊടുത്തു. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഓയിൽ നിങ്ങൾ മെഷീൻ ഒഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ മെഷീൻ ഇട്ട് കൊടുത്ത ശേഷം മെഷീൻ നടത്തി, മെഷീൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ മക്കളെ, ഒരു യൂണിറ്റിന് ഇത്ര മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ഓയിലാണ് യൂസ് ചെയ്തെന്ന് പറയാൻ കഴിയുമോ? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ? സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം അത് ഓയിലിട്ട് അവിടെ പ്രൊഡക്ഷൻ എന്താവുന്നുണ്ട്? റൺ ആവുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റുകൾ ഫിനിഷ് ഗുഡ്സായി മാറുന്നുണ്ട്. അപ്പോൾ ഓരോ ഫിനിഷ് ഗുഡ്സും എത്ര ലിറ്റർ ആണ് ഓയിൽ യൂസ് ചെയ്തതെന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആ മെഷീൻ സ്മൂത്തായിട്ട് റൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്ത് കുത്തിച്ചേ ഓയിൽ വെച്ചത്. അപ്പോൾ മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ മെറ്റീരിയലാണ്. പക്ഷെ ഓരോ പ്രോഡക്റ്റിലേക്കും ഇത്ര മില്ലി ലിറ്റർ ഓയിൽ ഒഴിച്ചെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ഒഴിക്കുമോ നിങ്ങൾ? ഇല്ല. അതെന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. നിങ്ങൾ ആലോചിക്കണേ, ആ ഓയിൽ ഒഴിച്ചത് എന്തിനാ? ആ ഒരു പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ലേ? സംശയം ഉണ്ടോ? ആ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെഷീൻ സ്മൂത്തായിട്ട് റൺ ചെയ്യാനാണ് യൂസ് ചെയ്തത്. പക്ഷെ അത് ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റുമോ? ഒരു പ്രൊഡക്റ്റിലേക്ക് ഇത്ര മില്ലി ലിറ്റർ ഓയിൽ ഉപയോഗിച്ചു പറയാൻ കഴിയുമോ മക്കളെ? മണ്ടത്തരല്ലത്. അപ്പോൾ എന്ത് കോസ്റ്റാണ്? ഓരോ പ്രോഡക്റ്റിലേക്കും ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റൂല? ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ഇൻഡയറക്റ്റിൻ്റെ എന്ത് കോസ്റ്റ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അതേപോലെ തന്നെ ലേബറിലും ഉണ്ട്, ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലല്ല, യൂറോപ്യൻ കൺട്രീസിൽ വർക്കേഴ്സിന് അവർക്ക് ഹവേർലി ബേസ്ഡ് ആയിരിക്കും എന്ത് കൊടുക്കുക? സാലറി കൊടുക്കുക. അത് നമ്മളെ പോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന ഫാക്കൽറ്റീസിന് അവർക്ക് ഹവേർലി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇപ്പം സെയിലും നമുക്ക് ഹവേർലിയാണ് എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ CMA USA ക്ലാസ് എടുക്കുന്ന സമയത്ത് സെയിൽ എനിക്ക് എന്ത് തരും? ഹവേർലി എനിക്ക് എന്ത് തരും? പേയ്മെൻറ്റ് ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ ഈ ഹവേർലി എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് CMA USA കോഴ്സിൻ്റെ കോസ്റ്റ് സെയിലം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവർ തന്ന വേജസ് അത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണോ? എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾ ആലോചിക്കണേ. എന്താ ഡയറക്റ്റ് കോസ്റ്റ് പറഞ്ഞത്? നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റുന്നത്, ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ CMA USA ആണ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ CMA USA കോസ്റ്റ് കാണുന്ന സമയത്ത് എൻ്റെ കോസ്റ്റ് എനിക്ക് ഇവർ തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? CMA USA ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഹവേർലി എനിക്ക് റേറ്റ് തന്നത്? സംശയം ഉണ്ടോ? CMA USA ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എനിക്ക് തന്നത് ഹവേർലി റേറ്റ് തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇവർ വേജസ് തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏതിന് വേണ്ടിയിട്ടാണ്? CMA USA വേണ്ടി. അപ്പോൾ CMA USA എന്നതിൻ്റെ കോസ്റ്റ് കാണുന്ന സമയത്ത് എൻ്റെ കോസ്റ്റ് എന്നാ? ഡയറക്റ്റ് കോസ്റ്റാ ഇൻഡയറക്റ്റ് കോസ്റ്റാ? ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? ഡയറക്റ്റ്ലി CMA USA എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലേ? സംശയം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു അക്കാഡമിക് ഹെഡ് ഉണ്ട്. അക്കാഡമിക് ഹെഡിൻ്റെ പണി എന്നാ? എല്ലാ കോഴ്സിനെയും നോക്കി നടത്തലാണ് പണി. എല്ലാത്തിൻ്റെയും ക്ലാസ് പ്രോപ്പർലി റൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കലാണ് പണി, അക്കാഡമിക് ഹെഡിൻ്റെ പണി. അപ്പോൾ അയാൾ CMA USA നോക്കും, ACC നോക്കും, CMIND നോക്കും, CE നോക്കും, എല്ലാം നോക്കും. അയാൾക്കും സെയിലും ശമ്പളം കൊടുക്കണം. പക്ഷേ CMA USA കോസ്റ്റ് കാണുന്ന സമയത്ത് എനിക്ക് തരേണ്ട പേയ്മെൻറ്റ് ഡയറക്റ്റ് കോസ്റ്റാണെന്ന് നോക്കും. പക്ഷേ അക്കാഡമിക് ഹെഡിന് കൊടുക്കേണ്ട പൈസ അത് കുറച്ച് CMA USA കാണണം, കുറച്ച് ACC കാണണം, കുറച്ച് CA കാണണം, കുറച്ച് CMA ഇന്ത്യയിലും കാണണം. കാരണം എന്തുകൊണ്ടാണ്?
ഇയാൾ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഈ കോസ്റ്റ് വീതിച്ചെടുക്കണ്ടേ, അല്ലാണ്ട് ഒരാൾ മാത്രം CMA യൂസ് മാത്രം വഹിക്കോ, ACJ മാത്രം വഹിക്കോ ഈ കോസ്റ്റ്? ഇല്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വേറെ തന്നെ കാണുമ്പം നിങ്ങളുടെ കോസ്റ്റിനെ എല്ലാവർക്കും എന്ത് ചെയ്യണം, വീതിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇയാളെ കോസ്റ്റ്, ഈ അക്കാഡമിക് ഹെഡിൻ്റെ കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റാ ഇൻഡയറക്റ്റ് കോസ്റ്റാ? ഇൻഡയറക്റ്റ് അല്ലേ, കാരണം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നല്ലേ. ഏതെങ്കിലും ഒന്നിലേക്ക് ഇത്രയാണെന്നുള്ളത് ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് ഏത് കോസ്റ്റ്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. റെഡി അല്ലേ? അപ്പോൾ ലേബേഴ്സിലും ഡയറക്റ്റും വരും, ഇൻഡയറക്റ്റും വരും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ യൂണിറ്റ് വെച്ചുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, CMA US എന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ACC എന്ന ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ നോക്കാം. പ്രൊഡക്ഷൻ മാനേജർ ശ്രദ്ധിക്കണേ. ആര് പ്രൊഡക്ഷൻ മാനേജർ? പ്രൊഡക്ഷനും കാര്യങ്ങളും പ്രോപ്പർലി റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് ആരെ വെച്ചിട്ടുള്ളത്? പ്രൊഡക്ഷൻ മാനേജർ വെച്ചിട്ടുള്ളത്. അയാൾക്ക് ശമ്പളം കൊടുക്കണ്ടേ അല്ലേ? മാസം അയാൾക്ക് എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, അയാൾക്ക് നമ്മൾ മാസം 50,000 ശമ്പളം കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിലേക്ക് അയാൾ ഇത്ര സമയം ചിലവാക്കി എന്നുള്ളത് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നമുക്കറിയാം, ഓഫ് കോഴ്സ് നമുക്കറിയാൻ പറ്റൂല. കാരണം അയാൾ എല്ലാം ഇങ്ങനെ നോക്കി പ്രോപ്പർലി നടക്കുന്നുണ്ട്, പണിക്കാർ പണിയെടുക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കല പണി. പക്ഷേ ഇയാളെ കോസ്റ്റ് എന്നാണ് എന്ത് കോസ്റ്റാണ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് അല്ലേ? എങ്ങനെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ആവുന്നേ? കാരണം അയാളെ പണി എന്നാ, അയാൾ പ്രൊഡക്ഷൻ മാനേജറാണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തല അവരെ പണി. അപ്പോൾ അയാളെ കോസ്റ്റ് എന്ത് കോസ്റ്റാണ്? പ്രൊഡക്ഷൻ കോസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, അത് ഡയറക്റ്റാ ഇൻഡയറക്റ്റാ? ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഇൻഡയറക്റ്റാ. എന്തുകൊണ്ടാണ്? അയാൾക്ക് ഓരോ പ്രൊഡക്റ്റിലേക്കും എത്ര യൂണിറ്റ് വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? എത്രയാണ് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ ഒരു യൂണിറ്റിലേക്കും? ഇല്ല. അയാൾ ടോട്ടലി പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കി നടത്തലാണ് ആരെ പണി? അയാളെ പണി. അതുകൊണ്ട് ഓരോ യൂണിറ്റിലേക്കും ഇത്ര മിനിറ്റ് ചിലവാക്കി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അയാളെ കോസ്റ്റ് എന്തായിരിക്കും? ലേബർ കോസ്റ്റാ അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റാന്ന് വെച്ചാണ്. പക്ഷെ അതെന്താ? ഇൻഡയറക്റ്റ് ലേബറാണ്. എന്ത് ലേബറാണ്? ഇൻഡയറക്റ്റ് ലേബറാണ്. എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് ആവുന്നത്? ഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് സ്പെസിഫിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാനോ ട്രേസ് ചെയ്യാനോ എന്താവുന്നില്ല, സാധിക്കുന്നില്ല. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അതുപോലെ എക്സ്പെൻസിൽ എന്തുണ്ട്? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റിയ എക്സ്പെൻസും ഉണ്ട്, അതിന് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അതുപോലെ ഇതുണ്ട്, ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് ഉണ്ട്, അതാണ് ഏത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പം ഈ എലമെൻസിനെ നിങ്ങൾ മെറ്റീരിയലിൽ നിന്നും ലാബറിനും എക്സ്പെൻസിനൊക്കെ മാറ്റിയെങ്കിൽ പോലും അതിനെ വീണ്ടും അതിൻ്റെ നാച്ചുറൽ അനുസരിച്ച് അതിനെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്കി മാറ്റുന്നുണ്ട്. ഡയറക്റ്റിനാണെങ്കിൽ ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനോ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താവില്ല, സാധിക്കില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മളൊരു പേര് വിളിച്ചിട്ടുണ്ട്. എന്താ പേര്? ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മളൊരു പേര് വിളിച്ചു. എന്താണ്? ഓവർ ഹെഡ് എന്നും. ഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മളൊരു പേര് വിളിച്ചു. എന്താ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ പേര് വിളിച്ചത്? പറ. ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എന്ത് പേര് വിളിച്ചു? പ്രൈം കോസ്റ്റ് എന്നും പേര് വിളിച്ചു അല്ലേ? ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എന്ത് പേര് വിളിച്ചു? പ്രൈം കോസ്റ്റ് എന്നും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? പേര് വിളിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഓവർ ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന 3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്താക്കാം, നോക്കാം കേട്ടോ. റെഡി. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ വിളിച്ച പേരെന്താ? ഓവർ ഹെഡ് എന്നാണ് എന്താക്കിയുള്ളത്, നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനും വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ്. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ അതിൻ്റെ മുകളിലുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ അപ്പം നമുക്ക് നോക്കാം അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കേ. ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു കമ്പനിയിൽ 2 ഫങ്ഷനാണ് ഉണ്ടാവുക. ഒന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരും ഒന്ന് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ആൾക്കാരും അല്ലേ? ഒന്ന് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും, ഒന്ന് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതേപോലെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നിനെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കും. ഒന്നെന്താ വിളിക്കുക? പ്രൊഡക്ഷൻ കോസ്റ്റ്. രണ്ടാമതോ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്. രണ്ടാമത്തേത് ഏതാണ്? നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്താ പ്രൊഡക്ഷൻ കോസ്റ്റ്? വളരെ സിമ്പിൾ. എന്താ പ്രൊഡക്ഷൻ കോസ്റ്റ്? നിങ്ങൾ എന്നാ പറ? പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ കോസ്റ്റ് ദാറ്റ് റിലേറ്റഡ് ടു ദി മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെലവുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചിലവാണോ നിങ്ങൾക്ക് വരുന്നത്,
അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. റെഡിയല്ലേ? എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന ചിലവില്ല മക്കളെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. റെഡിയല്ലേ? അപ്പം പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കത് ഇപ്പം പേരുകൾ നിങ്ങൾ നോക്ക്. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലാബ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവേ? അവിടെ നിങ്ങൾ വെക്ക് നിങ്ങൾ. അപ്പോൾ എന്താ പ്രൊഡക്ഷൻ കോസ്റ്റ്? പറ. എന്താ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, ആ ഒരു മാനുഫാക്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നുണ്ടോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്? എന്താ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത മറ്റുള്ള കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത മറ്റുള്ള കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ മക്കളെ പറ, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ എന്താ മീൻ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചിലവില്ലെങ്കിൽ അവിടെ ഏതുണ്ടാവില്ല? ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചിലവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അവിടെ ഏതുണ്ടാവില്ല? പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു കോസ്റ്റ് വഹിച്ചാൽ മാത്രമേ അവിടെ എന്തുണ്ടാവത്തുള്ളൂ? പ്രൊഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഒരു കോസ്റ്റ് നിങ്ങൾ ഇൻകർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അവിടെ ഏതുണ്ടാവില്ല? ആ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും, അതുമായി ബന്ധപ്പെടാത്ത പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ വീണ്ടും ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്. അല്ലേ? ഇത് നമ്മൾ ഒന്നും കൂടി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റിനെ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മാനുഫാക്ചറിങ് കോസ്റ്റ്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത്, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്. മക്കൾ ഇതൊക്കെ സെയിം സാധനം തന്നെയാണ്. പേരുകൾ മാത്രമേ മാറ്റൂലേ. ഒന്ന് പ്രൊഡക്ഷൻ കോസ്റ്റും നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ രണ്ടാമത് അതിനെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിങ് കോസ്റ്റും നോൺ മാനുഫാക്ചറിങ് കോസ്റ്റും. എന്താ മാനുഫാക്ചറിങ് കോസ്റ്റ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റിനെയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്താക്കുന്നത്? വിളിക്കുന്നത്. റെഡിയല്ലേ? ഇനി ഇതിൽ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പേരാണ് പ്രൊഡക്ഷൻ കോസ്റ്റുകളെ മൊത്തം നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കും. എന്ത് കോസ്റ്റാ മക്കളെ? വളരെ സിമ്പിളാണ്, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും അതെന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനല്ലേ? പ്രൊഡക്റ്റ് ഉണ്ടാക്കാനല്ല ചിലവാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ കോസ്റ്റാ? ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വന്ന ചിലവാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. രണ്ടാമതില്ലേ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ചിലവ്, നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നോ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിച്ചില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് കോസ്റ്റ്. എന്ത് കോസ്റ്റാ? അപ്പോൾ എന്താ പീരീഡ് കോസ്റ്റ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ബാക്കിയുള്ള കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് പീരീഡ് കോസ്റ്റ്. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് കോസ്റ്റ്? പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിൽ വരാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അല്ലേ, ആരൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിൽ വരാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മക്കൾ നിങ്ങൾ തന്നെ പറ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവും? ഒന്ന്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആരെ വേണം? മെറ്റീരിയൽ വേണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. നമ്മളെന്ത് വിളിക്കും? ഡയറക്റ്റ് മെറ്റീരിയൽ. ഷോർട്ട് ഫോം ആയിട്ട് DM എന്ന് പറയും. എന്താ ഡയറക്റ്റ് മെറ്റീരിയൽ? ഒരു പ്രൊഡക്ഷൻ നടത്താൻ റോ മെറ്റീരിയൽസ് വേണ്ട മക്കളെ, അല്ലേ? അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡ് പോണേ. എന്താ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡ് പോണേ? എന്താ സാധനം എന്നാത് പറ. ഡയറക്റ്റ് സാധനം എന്താ? ഒരു യൂണിറ്റിലേക്ക്, ഒരു സ്പെസിഫിക് യൂണിറ്റിലേക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നതിനോ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് എന്ന് വിളിക്കുന്നല്ലേ. അപ്പോൾ എന്താ ഡയറക്റ്റ് മെറ്റീരിയൽ? ഒരു യൂണിറ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനാണ് എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ DM എന്ന് വിളിക്കും. അപ്പോൾ മെറ്റീരിയൽ വേണം. മെറ്റീരിയൽ മാത്രം ഉണ്ടായത് ഒറ്റയ്ക്ക് പ്രൊഡക്റ്റായിട്ട് മാറോ?
മാറോ മക്കളെ? ഇല്ല. ആരും കൂടി വേണം? ലാബേഴ്സും കൂടി വേണം. അപ്പോൾ രണ്ടാമത്തെ ഒരാളാണ് ഡയറക്റ്റ് ലേബേഴ്സ്. രണ്ടാമത്തെ ആളാണ് ഡയറക്റ്റ് ലേബേഴ്സ്. എന്താ ഡയറക്റ്റ് ലേബേഴ്സ്? DL. എന്താണ് ഡയറക്റ്റ് ലേബേഴ്സ്? DL. എന്താ DL? ഡയറക്റ്റ് ലേബേഴ്സ്. ഡയറക്റ്റ് ലേബേഴ്സ് അല്ലേ? എന്താ ഡയറക്റ്റ് ലേബേഴ്സ്? എന്താ ഡയറക്റ്റ് ലേബേഴ്സ്? ഡയറക്റ്റ്ലി ഒരു യൂണിറ്റിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബേഴ്സാണ് ഏത്? ഡയറക്റ്റ് ലേബേഴ്സ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പ്രൊഡക്റ്റ് കോസ്റ്റിൽ എന്താ വരുക? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ്. റെഡി. അപ്പോൾ ആ നേരത്തെ ഒരാളെ പറഞ്ഞിട്ടില്ലേ, പ്രൊഡക്ഷൻ മാനേജർ. അയാൾ മതി എന്താ? പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാനല്ലേ. അപ്പോൾ അയാളെ കോസ്റ്റ് എന്ത് കോസ്റ്റാണ്? പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലേ? അല്ലെ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് മൊത്തം പ്രൊഡക്റ്റ് കോസ്റ്റാണ്. ആ ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ലേബർ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ എംപ്ലോയി അല്ലേ? സംശയമുണ്ടോ? അയാൾ ഡയറക്റ്റ് ലേബറിൽ വരാൻ പറ്റുമോ ഇല്ലയോ? ചിന്തിച്ച് നോക്കിയേ. പ്രൊഡക്ഷൻ മാനേജറെ കാര്യം, പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൊടുക്കുന്ന സാലറി എന്നുള്ളത് എന്ത് കോസ്റ്റാണ്? പ്രൊഡക്ഷൻ കോസ്റ്റാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ അത് എവിടെ വരണം? പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ വരണം. പക്ഷേ അയാൾ ലേബറാണ്. ആ ഒരു ലേബർക്ക് കൊടുക്കുന്ന പൈസ ഡയറക്റ്റ് ലേബർ എന്ന ഇതിൽ വരാൻ പറ്റുമോ? ഈ ഹെഡിൻ്റെ അണ്ടറിൽ വരാൻ പറ്റുമോ ഇല്ലയോ? ഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ എന്താ? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വരാൻ പറ്റുമോ പ്രൊഡക്ഷൻ മാനേജർ സാലറി? ഇല്ലല്ലേ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ലാത്തത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡക്ഷൻ മാനേജറെ സാലറി എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ലല്ലേ? ഒരു കാരണവശാലും നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിക്കോ? ഇല്ല. അപ്പോൾ അയാളെ കോസ്റ്റ് എന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. എന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. അപ്പോൾ അത് ഒരിക്കലും എവിടെ വരാൻ പറ്റൂല? ഡയറക്റ്റ് ലേബേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റൂല? വരാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ DMഉം വേണം, DLഉം വേണം. പക്ഷേ DMഉം DLഉം എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ കൂടി പ്രൊഡക്ഷന് വേണ്ടി വേണ്ടേ? ഇപ്പം പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ, ഇലക്ട്രിസിറ്റി, റെൻറ്റ്, ഇതൊക്കെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ. ഇതൊക്കെ കോസ്റ്റ് അല്ലേ. ഇതൊക്കെ എന്ത് കോസ്റ്റാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ വിളിച്ച പേരാണ് എന്താ വിളിച്ചത്? ഓവർ ഹെഡ്. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി ഏതും ആവശ്യമുണ്ട്? ഓവർ ഹെഡ് ആവശ്യമുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും, ഒരു കമ്പനിയിൽ വന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓവർ ഹെഡ് എന്ന്. പക്ഷെ പ്രശ്നം എന്താ? നമ്മളിപ്പോൾ ആരെ കണ്ടുപിടിക്കുന്നത്? പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലേ. അതിൽ നമ്മൾ എന്തേ വരാൻ പറ്റൂ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് അല്ലേ വരാൻ പറ്റൂ. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും വരാൻ പറ്റുമോ? പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമേ വരാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏത് ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ആവശ്യമുള്ളൂ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റിനെ മാത്രമേ ആർക്ക് ആവശ്യമുള്ളൂ? നമുക്ക് ആവശ്യമുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ് തന്നെ. ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് ഓവർ ഹെഡ് തന്നെ. പക്ഷേ ഏത് ഓവർ ഹെഡാണ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഓവർ ഹെഡ് മാത്രമേ എവിടെ വേണ്ടൂ? പ്രൊഡക്റ്റ് കോസ്റ്റിൽ വേണ്ടൂ. അതിനെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, അല്ലെങ്കിൽ MOH എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മാനുഫാക്ചറിങ് ഓവർ ഹെഡ് കേട്ടോ. മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. എന്ത് ഓവർ ഹെഡാ? അതിന് മീനിങ് ആലോചിച്ച് നോക്ക്. മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. എന്ത് ഓവർ ഹെഡ്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. എന്താ മാനുഫാക്ചറിങ് ഓവർ ഹെഡ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. അപ്പോൾ അതെന്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റിലെടുത്ത്? അതിൻ്റെ ഉത്തരം തന്നെ അതിലുണ്ട്. കാരണം പ്രൊഡക്റ്റ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും എന്താ? പ്രൊഡക്റ്റ് കോസ്റ്റാണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും എന്താ? പ്രൊഡക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എന്താ? മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വന്നിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റാണ് അല്ലേ. അപ്പോൾ അതിനെ എവിടത്തേക്ക് എടുക്കണം? നിർബന്ധമായിട്ടും പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് എടുക്കണം. കാരണം അത് ചിലവാക്കിയ പർപ്പസ് എന്തിനാ? പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആര് ഇൻക്രീ ചെയ്യണം? പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? ഇൻക്രീ ചെയ്യണം. അപ്പോൾ ഓവർ ഹെഡിൽ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. പക്ഷെ അത് മൊത്തം പ്രൊഡക്റ്റിലേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം പ്രൊഡക്റ്റിലേക്ക് ഏത് എടുക്കാൻ പറ്റൂ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതേ എടുക്കാൻ പറ്റൂ. അപ്പോൾ അതിൽ ആരേ വരാൻ പറ്റൂ? മാനുഫാക്ചറിങ് ഓവർ ഹെഡ് വരാൻ പറ്റും. അപ്പം ബാക്കി ഒരാളുണ്ടാവില്ലേ? ബാക്കി ആരാ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത
കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് കോസ്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പീരീഡ് കോസ്റ്റ്. എന്താ പീരീഡ് കോസ്റ്റ്? എന്താ പീരീഡ് കോസ്റ്റ്? എന്താ പീരീഡ് കോസ്റ്റ്? പറ. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റ്. കാരണം ഇങ്ങനെ ഒരു കോസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ ഏത് നടക്കും? പ്രൊഡക്ഷൻ നടക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ ഏത് നടക്കൂല? പ്രൊഡക്ഷൻ നടക്കോ? ഇല്ല. പക്ഷെ പീരീഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവിടെ ഏത് നടക്കും? പ്രൊഡക്ഷൻ നടക്കും. പീരീഡ് കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? NMOH എന്ന് വിളിക്കാം. എന്താണ് NMOH? എന്താ സാറേ NMOH? നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇപ്പം മാനുഫാക്ചറിങ് ഓവർഹെഡ് അല്ലേ? ഓവർഹെഡിൽ ഓവർഹെഡ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും. അതിൽ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ കുറച്ച് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ? പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാ. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിച്ചു? മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് വിളിച്ചു. അപ്പോൾ ബാക്കി ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിച്ചു? NMOH, നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. എന്താ വിളിച്ചത്? നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. എന്താ വിളിച്ചത്? ഇതിനാ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് വിളിച്ചു. അതാണ് ഏത്? ഈ പീരീഡ് കോസ്റ്റ് ഒക്കെ പെടുന്നത് അതിൽ പെട്ടതാ അല്ലേ? NMOH ഒക്കെ ഇതിൽ പെട്ടതാണ്, പീരീഡ് കോസ്റ്റിൽ പെട്ടതാ. കാരണം എന്താ? പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പീരീഡ് കോസ്റ്റ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റിനാണ് എന്ത് വിളിക്കുന്നത്? പീരീഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ പെടുന്ന നമ്മൾ അതിന് പ്രധാനപ്പെട്ടതായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് NMOH ഒക്കെ വിളിക്കും. അതുപോലെ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. എന്താ വിളിക്കുക? അല്ലെങ്കിൽ ഇത് നമ്മൾ S&A എന്നൊക്കെ വിളിക്കും. S&A എക്സ്പെൻസ്. എന്താ അതിൻ്റെ ഫുൾ ഫോം ആണ് ഏത്? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. എന്താ അതിൻ്റെ അർത്ഥം? സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട, അതായത് സെയിൽസ് കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. എന്താ? കമ്പനിയിൽ അക്കൗണ്ടൻറ്റ് വേണം, മറ്റുള്ള ഓഫീസ് സ്റ്റാഫുകൾ വേണം. ഇവരൊക്കെ എക്സ്പെൻസ് ആണ് എന്ത്? സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് NMOH എന്നൊക്കെ, നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. അല്ലെങ്കിൽ അതിനെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട പേരാണ് പീരീഡ് കോസ്റ്റ്. ഇതൊക്കെ സെയിമാ. പക്ഷെ അതിന് നമ്മൾ പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അതെന്ത് കോസ്റ്റാണ്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റാണ്. അതിൻ്റെ എക്സാമ്പിളാണ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, മറ്റുള്ള എൻ്റർടൈനിന് വേണ്ടി പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിന് സാലറി കൊടുക്കുക. അക്കൗണ്ടൻറ്റിന് സാലറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ്. അക്കൗണ്ടൻറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാ? അല്ലല്ല. അപ്പോൾ അത് എവിടെ വരില്ല? പ്രൊഡക്റ്റ് കോസ്റ്റിൽ വരില്ല. അത് എവിടെ വരിക? പീരീഡ് കോസ്റ്റിൽ വരിക. അപ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്തേ വരൂ? പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിലവുകൾ എന്തൊക്കെയാണോ അതാണ് ഇവിടെ വരാൻ പോകുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റിൽ വരാൻ പോകുന്നത്. അല്ലാത്ത കോസ്റ്റുകൾ മൊത്തം വരുന്നത് പീരീഡ് കോസ്റ്റിലാണ്. റെഡി അല്ലേ? അപ്പം പ്രൊഡക്റ്റ് കോസ്റ്റിൽ ആരൊക്കെ വരുമോ? DM, DL, MOH. DM എന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, DL എന്ന ഡയറക്റ്റ് ലേബർ, MOH എന്ന മാനുഫാക്ചറിങ് ഓവർഹെഡ്. എന്താ ഇതിൻ്റെ അർത്ഥം? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്. കാരണം ഒരു പ്രൊഡക്ഷന് വേണ്ടി ഡയറക്റ്റ് കോസ്റ്റ് ആവശ്യമുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തുണ്ട്? ആവശ്യമുണ്ട്. ഡയറക്റ്റും ആവശ്യമുണ്ട്, ഇൻഡയറക്റ്റും ആവശ്യമുണ്ട്. എന്നാലും ഒരു പ്രൊഡക്ഷൻ എന്താവും? കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതൊന്നും വരാത്ത, പ്രൊഡക്ഷനിലൊന്നും വരാത്ത കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ഒന്നും ബന്ധപ്പെടാത്ത കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് പീരീഡ് കോസ്റ്റ്, അല്ലെങ്കിൽ NMOH, നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. അല്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് S&A എക്സ്പെൻസ്, അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നൊക്കെ വിളിക്കും. റെഡി? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാ മക്കളെ, എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ത് പേര് വിളിച്ചു? ഓവർഹെഡ്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പം എല്ലാ ഓവർഹെഡ് ഉണ്ട്. എല്ലാ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. അത് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് വിളിക്കും. ഏതിനെ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റിനെ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് വിളിക്കും. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ എൻ്റെ ചോദ്യം, പ്രൊഡക്ഷൻ മാനേജർ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണെന്ന് ഉറപ്പാണല്ലോ. MOH NMOH എങ്ങനെ ആലോചിക്കും നിങ്ങൾ? പ്രൊഡക്ഷൻ മാനേജർ പണിയെന്നാ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനല്ലേ. അപ്പോൾ അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ. അപ്പോൾ അതെവിടെ വരും? മാനുഫാക്ചറിങ് ഓവർഹെഡ് വരും. അക്കൗണ്ടൻറ്റിൻ്റെ സാലറി, അയാളെ പണി എന്നാ? പ്രൊഡക്റ്റ് ഉണ്ടാക്കാല. അല്ല, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പണിയാണ് അയാൾക്ക്? അല്ല, അയാൾക്ക് കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ അക്കൗണ്ട്സ് ചെയ്തു പോക്കാണ് അയാളെ പണി.
അപ്പോൾ അയാളെ ചിലവ് എന്നുള്ളത് അയാളില്ലെങ്കിൽ അവിടെ ഏത് നടക്കും? പ്രൊഡക്ഷൻ നടക്കുക അല്ലേ? അയാളില്ല, അക്കൗണ്ടൻ്റ് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. അക്കൗണ്ടൻ്റ് ഇല്ലെങ്കിലും അവിടെ ഏത് നടക്കും? പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന സാലറി ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? സംശയം ഉണ്ടാ? പക്ഷെ അത് എങ്ങനെയുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റാണ്? എങ്ങനെ ഇൻഡയറക്റ്റ് കോസ്റ്റാണ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും? നോൺ മാനുഫാക്ചറിങ് ഓവർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പീരിയഡിക് കോസ്റ്റ് എന്നോ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നൊക്കെ നമ്മളതിന് പേര് വിളിക്കും. റെഡിയല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കുറേ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ സിലബസിൽ എത്തിക്കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ ബേസിക്സ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റിന് ഒരു പേര് വിളിച്ചു. എന്താ പേര് വിളിച്ചത്? ഓവർ ഹെഡ്. ഡയറക്റ്റ് കോസ്റ്റിന് ഒരു പേര് വിളിച്ചില്ലേ? ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എന്താ പേര് വിളിച്ചത്? ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എന്താ പേര് വിളിച്ചത്? ഓവർ ഹെഡ്. ഡയറക്റ്റ് കോസ്റ്റിന് നമ്മളൊരു പേര് വിളിച്ചില്ലേ? ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മളൊരു പേര് വിളിച്ചു. എന്താ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ പേര് വിളിച്ചത്? പ്രൈം കോസ്റ്റ്. എന്താ വിളിച്ചത്? പ്രൈം കോസ്റ്റ് കേട്ടോ. എന്താ വിളിച്ചത്? പ്രൈം കോസ്റ്റിൻ്റെ പേര് വിളിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈം കോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും MOH അല്ല പ്രൊഡക്റ്റ് കോസ്റ്റ്. ഇതിൽ പ്രൈം കോസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയേണ്ടത്? ഇതിലുള്ള ഡയറക്റ്റ് കോസ്റ്റുകളല്ലേ? ഇതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റ് ഉള്ളത്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് ആരുണ്ടാവുന്നത്? പ്രൈം കോസ്റ്റ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് MOH എടുക്കാതെ? MOHൻ്റെ വേർഡിൽ തന്നെ ഉണ്ട്, അത് ഓവർ ഹെഡാണ്. എന്ത് ഓവർ ഹെഡ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഓവർ ഹെഡ്. എന്താ ഈ ഓവർ ഹെഡ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? നമ്മൾ ചോദിച്ചത് ആരെ കുറിച്ചിട്ടാണ്? പ്രൈം കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആരെ വരാൻ പറ്റൂ? ഡയറക്റ്റ് കോസ്റ്റ് വരാൻ പറ്റും. ഡയറക്റ്റ് കോസ്റ്റ് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഒരു 100K ഉണ്ട്. ഡയറക്റ്റ് ലേബർ ഒരു 80K ഉണ്ട്. മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഒരു 50K ഉണ്ട്. നിങ്ങളോട് പറയാണ് ഇതിൽ ഏത് കാണാൻ വേണ്ടി പറയാണ്? പ്രൈം കോസ്റ്റ് കാണാൻ പറയാണ്. ആരാ പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? ആരാണ് ഡയറക്റ്റ്? ഇവിടെ ആരെയാ മക്കൾ ഡയറക്റ്റ് കോസ്റ്റ്? പറ, ഇവിടെ ആരാ ഡയറക്റ്റ് കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലേ ഡയറക്റ്റ് കോസ്റ്റ്? ഇത് ഏത് കോസ്റ്റാ? ഇൻഡയറക്റ്റ് കോസ്റ്റാ. അപ്പോൾ എത്രയായിരിക്കും പ്രൈം കോസ്റ്റ്? ഇതും വരും, DMഉം വരും, DLഉം വരും. അപ്പോൾ എത്ര വരും? 100K DMയിലുണ്ട്, 80K എവിടെയുണ്ട്? DLുണ്ട്. അപ്പോൾ എത്രയായിരിക്കും പ്രൈം കോസ്റ്റിൽ വരാൻ പോകുന്നത്? 180K. എത്രയായിരിക്കും പ്രൈം കോസ്റ്റ്? 180K ആയിരിക്കും എന്ത് വരിക? പ്രൈം കോസ്റ്റ് വരിക. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെന്നെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ പ്രൈം കോസ്റ്റിനെ വെച്ചാൽ എന്തിനാ മീൻ ചെയ്യുന്നത്? ഡയറക്റ്റ് കോസ്റ്റിനെ മീൻ ചെയ്യുന്നത്. ഇവിടെ ആരൊക്കെ ഡയറക്റ്റ് കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും. അടുത്തൊരു കാര്യം പുതിയൊന്നും കൂടി ഉണ്ട്, കൺവേർഷൻ കോസ്റ്റാണ്. എന്ത് കോസ്റ്റാ? കൺവേർഷൻ കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ വേറൊരാളാണ് കൺവേർഷൻ കോസ്റ്റ്. CC എന്ന് വിളിക്കും നമ്മൾ. എന്ത് വിളിക്കും? CC, കൺവേർഷൻ കോസ്റ്റ്. എന്താ കൺവേർഷൻ കോസ്റ്റ്? എന്താണ് കൺവേർഷൻ കോസ്റ്റ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന കോസ്റ്റാണ് ഏത് കോസ്റ്റ്? കൺവേർഷൻ കോസ്റ്റ്. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഏത് കൺവേർഷൻ കോസ്റ്റ്. മക്കളെ ഡയറക്റ്റ് മെറ്റീരിയൽ ഒറ്റയ്ക്ക് പോയിട്ട് ഫിനിഷ് ഗുഡ്സ് ആയിട്ട് തിരിച്ചു വരുമോ? ഇല്ലല്ല. അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരണം? കുറച്ച് ചിലവുകൾ വരില്ലേ? ആ ചിലവുകൾ വിളിക്കുന്ന പേരാണ് കൺവേർഷൻ കോസ്റ്റ്. അപ്പോൾ മക്കളെ നിങ്ങൾ ആലോചിക്കണേ, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഏതൊക്കെ ചിലവുള്ളൂ? DM, DL, MOH. അപ്പോൾ കൺവേർഷനിൽ ആരെ ചോദിക്കുന്നത്? ഈ DMനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ എന്തൊക്കെ ചിലവുണ്ട്? DM ഒറ്റക്കാവോ? ഇല്ല. ആരൊക്കെ വേണ്ടി വരും? DLും വേണം, മറ്റുള്ള മാനുഫാക്ചറിങ് ഓവർഹെഡും വേണം. ഇത് രണ്ടും കൂടി ചേർന്നാലല്ലേ ഈ DM ഫിനിഷ് ഗുഡ്സ് ആവത്തുള്ളൂ അല്ലേ? DM ഒറ്റക്ക് പോയിട്ടാവോ? ഇല്ല. അപ്പോൾ ആരൊക്കെ ആയിരിക്കും കൺവേർഷൻ കോസ്റ്റിൽ വരിക? DMനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ എന്തൊക്കെ ചിലവുണ്ടോ അതിനാണ് എന്ത് വിളിക്കുന്നത്? കൺവേർഷൻ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ആരൊക്കെ വേണം? DLും വേണം, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റും വേണം. അപ്പോൾ ആരൊക്കെ വരും? DLും MOHും. അപ്പോൾ ആരൊക്കെയാണ് കൺവേർഷൻ കോസ്റ്റിൽ വരിക? ഡയറക്റ്റ് ലേബറും വരും. വേറെ ആരും കൂടി വരും. മാനുഫാക്ചറിങ് ഓവർഹെഡ് വരും.
ഇവർ രണ്ടാളുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഈ പറയുന്ന ഡയറക്റ്റ് മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ പറ്റൂ. അല്ലാണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കൺവേർഷൻ കോസ്റ്റിൽ ആരൊക്കെ വരും? ഡി എല്ലും വരും, മാനുഫാക്ചറിങ് ഓവർഹെഡ് വരും. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്തൊക്കെ ഉൾപ്പെടുന്നുള്ള കാര്യം പഠിച്ചു. ആരൊക്കെ വരിക പ്രൊഡക്റ്റ് കോസ്റ്റിൽ? പറ. ഡി എം ഡയറക്റ്റ് മെറ്റീരിയൽ വേണം, ഡയറക്റ്റ് ലേബർ വേണം, പ്ലസ് മറ്റുള്ള പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളുണ്ട്. അതിന് നമ്മൾ എംഒസി വിളിച്ചു. പിന്നെ നമ്മൾ ആരെ പറഞ്ഞു? പ്രൈം കോസ്റ്റ്. നമ്മളാരെ പറഞ്ഞു? എന്താ പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. അതിൽ ആരൊക്കെ പെട്ടു? ഡി എമ്മും പെട്ടു, ഡി എല്ലും പെട്ടു. പിന്നെ ആരെ പഠിച്ചു? കൺവേർഷൻ കോസ്റ്റ്. എന്താ കൺവേർഷൻ കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന ചിലവിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ട കോസ്റ്റ്. അതിൽ ആരൊക്കെ പെട്ടു? ഡി എല്ലും പെട്ടു, എംഒഎച്ചും പെട്ടു. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പരിചയപ്പെട്ടത്? പറ. ഇന്ന് നമ്മൾ ആദ്യം കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, കോസ്റ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കി, കോസ്റ്റ് ഒബ്ജക്റ്റ് നോക്കി, കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ കോസ്റ്റ് ഡ്രൈവ്, കോസ്റ്റ് കാർഡ്. പിന്നെ നമ്മൾ ഇതിലേക്ക് പോയി ക്ലാസിഫിക്കേഷനിലേക്ക് പോയി. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഒരു 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഇപ്പം ഡിസ്കസ് ചെയ്തു. എലമെൻറ്റ് പ്രകാരം ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ നാച്ചുറൽ പ്രകാരം ഡിസ്കസ് ചെയ്തു, ഫങ്ഷൻ പ്രകാരം. എലമെൻറ്റ് പ്രകാരം എങ്ങനെയായിരുന്നു? കോസ്റ്റിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. പിന്നെ നാച്ചുറൽ പ്രകാരം ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്കി മാറ്റി. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഏതെങ്കിലും ഒന്നിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും, ഡയറക്റ്റ്ലി സ്പെസിഫൈ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കോസ്റ്റിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും വിളിച്ചു. അപ്പോൾ എല്ലാത്തിലും ഏതുണ്ട്? ഡയറക്റ്റും ഉണ്ടാവും, ഇൻഡയറക്റ്റും ഉണ്ടാവും. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. പിന്നുള്ളത് ഏതാ? ഫങ്ഷൻ പ്രകാരം കോസ്റ്റിനെ 2ആയി ക്ലാസിഫൈ ചെയ്തു: പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, അല്ലെങ്കിലോ മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പേര് വിളിച്ചു പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പീരിയഡിക് കോസ്റ്റ്. എന്താ സാധനം? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റിനെയും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു കോസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ ഏതില്ല? പ്രൊഡക്റ്റ് ഇല്ല. പ്രൊഡക്റ്റ് ഇല്ല. രണ്ടാമതോ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത കോസ്റ്റ്. കാരണം ഇങ്ങനൊരു ചിലവില്ലെങ്കിലും അവിടെ ഏത് നടക്കും? പ്രൊഡക്ഷൻ നടക്കും. റെഡിയല്ലേ? അപ്പോൾ ഇതിനെ 2ആയി ക്ലാസിഫൈ ചെയ്തു. ഇത് നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നും പീരീഡ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ എന്താക്കി പേര് വിളിച്ചു. പ്രൊഡക്റ്റ് കോസ്റ്റിൽ അപ്പോൾ ആരൊക്കെ പെടും? പറ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത്. ആരൊക്കെയാണ് പ്രൊഡക്ഷൻ ആവശ്യം? ഡയറക്റ്റ് മെറ്റീരിയൽ ആവശ്യമുണ്ട്, ഡയറക്റ്റ് ലേബർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഏതുമായി ബന്ധപ്പെട്ട? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഓവർഹെഡ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എന്തായി? എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും മീൻസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതും വരും, പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്തതും വരും. നമുക്ക് ഏതാ വേണ്ടു? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഇവിടെ വേണ്ടു, പ്രൊഡക്റ്റ് കോസ്റ്റിൽ വേണ്ടു. ബാക്കി എവിടെ വേണ്ടേ? പീരീഡ് കോസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ഓവർഹെഡാണ് വേണ്ടേ? മാനുഫാക്ചറിങ് ഓവർഹെഡ്, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്നൊക്കെ വിളിക്കും. MOH എന്നോ POH എന്നൊക്കെ വിളിക്കും. പക്ഷേ CMA USയുടെ സിലബസിൽ കൂടുതൽ അതിനെ MOH എന്നായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റും ഉള്ളത്. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതിനെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നും അല്ലാത്തതിനെ പീരീഡ് കോസ്റ്റ് എന്നും വിളിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവും? DM, DL, MOH. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മളിതിനെ പ്രൊഡക്റ്റ് കോസ്റ്റ് നമ്മൾ ഇൻവെൻട്രീൻ്റെ കോസ്റ്റിനൊക്കെ വിളിക്കും. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൊഡക്റ്റ്. ഇൻവെൻട്രി എന്ന് വെച്ചാൽ എന്താ? പ്രൊഡക്റ്റ് തന്നെ അല്ലേ? ഇൻവെൻട്രി ആണ് എന്ത്? പ്രൊഡക്റ്റ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ഏതിൻ്റെയും കോസ്റ്റാണ് അല്ലെങ്കിൽ ഏതിൻ്റെയും വാല്യൂയാണ്? ഇൻവെൻട്രീൻ്റെയും വാല്യൂ ആണ്. അതിനെ കൂടുതൽ വാല്യുവേഷൻ രീതിയൊക്കെ സിലബസിലെത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രൈം കോസ്റ്റും കൺവേർഷൻ കോസ്റ്റും. എന്താ പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. എന്താ കൺവേർഷൻ കോസ്റ്റ്? നമ്മളെ മെറ്റീരിയലിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റാൻ എന്തൊക്കെ ചിലവുകളുണ്ടോ അതിനാണ് എന്ത് വിളിക്കുന്നത്? കൺവേർഷൻ കോസ്റ്റ്. അതിലാരൊക്കെ പെടും? DLും വരും, MOHും വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ്. ഇനി വരും സെക്ഷൻസുകളിൽ നമുക്ക് നമ്മുടെ പാത്വേ സീരീസ് ഇടയിൽ വരാൻ പോകുന്ന സെക്ഷൻസിൽ ബാക്കിയുള്ള കുറച്ചും കൂടി നല്ല ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യണം. കാരണം CMA USലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ അടിത്തറ കംപ്ലീറ്റ് ബേസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു സീരീസിലൂടെ എന്ത് ചെയ്യും? സെറ്റാക്കും.
റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഗൈസ് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.